നമ്മൾ ഇന്ന് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ. കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ കുറച്ച് ആരോപണങ്ങൾ വ്യക്തിപരമായ രീതിയിൽ എനിക്കെതിരെ ഉന്നയിക്കുന്നു. അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശയം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു ഷാജി ശാമുവൽ. ഇത് ആക്ച്വലി ഒരു TV ആണ്, അതിന്റെ സ്ക്രീൻ സേവർ ആണ്, ഒരു അക്വേറിയമാണ്, സ്ക്രീൻ സേവർ ആണ്, ഭയങ്കര തമാശാണ്. ഇവിടെ എനിക്കൊരു പൂച്ചയുണ്ട്, ഇപ്പൊ പുള്ളി പുറത്തോട്ട് പോയിരിക്കുക. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ പരിപാടി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഈ മീനെ നോക്കിയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടും. TV കെട്ടും, നല്ല ഇത് മുഴുവൻ സ്ക്രാച്ച് ആയി, TV മുഴുവൻ എപ്പോഴും തോണ്ടുക, മീനെ പിടിക്കാൻ നോക്കുക. പൂച്ചയ്ക്ക് വിവരമില്ലല്ലോ. കുറച്ചു നേരം തോണ്ടിയിട്ട് ഈ പൂച്ച പയ്യെ TVയുടെ പുറകിൽ പോയി നോക്കും. പുറകിൽ നോക്കി കഴിഞ്ഞു നിരാശപ്പെട്ടു, പിന്നെ ഇപ്പുറം വരും, പിന്നെയും വന്നിരുന്ന് തോണ്ടും. എത്ര നാളായി ഈ പൂച്ച ഇങ്ങനെ പൂച്ചയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പൂച്ചയ്ക്ക് അങ്ങനെ അത്രയും വിവരമേ ഉള്ളൂ. പൂച്ച ശ്രമിച്ചാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതൊരു TV ആണെന്നോ ഇതൊരു സ്ക്രീൻ സേവർ ആണെന്നോ ആ പൂച്ചയ്ക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ പൂച്ച ഇങ്ങനെ ഈ മീൻ പിടിക്കാൻ നോക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ ഇടാം. നല്ല രസമാണ്, കണ്ടാലൊന്നും കുഴപ്പമില്ല, മിടുക്കം പൂച്ചയാ. പക്ഷേ പൂച്ച നിങ്ങൾക്കെല്ലാം അറിയാം, എന്റെ പൂച്ച. അപ്പൊ അതാണ് സംഭവം. ഇപ്പൊ പൂച്ചയ്ക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ആരോപണങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു എന്തോ ഒരു തർക്കം നടന്ന സമയത്ത് ഫിലേമോൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്, നല്ലൊരു സഹോദരനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. കാരണം വേദപുസ്തകവും സഭാചരിത്രവും ഒക്കെ പഠിക്കാൻ നല്ല ശുഷ്കാന്തി കാണിക്കുന്ന ഒരു സഹോദരനാണ്. കുവൈറ്റിലാണ് അദ്ദേഹം. ചിലപ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. വളരെ ഉത്സാഹമുള്ള enthusiastic student of both scriptures and history. Yes, indeed he is. നല്ലൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. പിന്നെ ഡെനീസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനാണ്. അവർ തമ്മിൽ ചേർന്നൊരു ഗ്രൂപ്പും ഒക്കെ നടത്തുന്ന നല്ല പ്രവർത്തനമാണ്. ഞാനിപ്പോഴും അവരുടെ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന. ഏതോ ഒരു കമന്റ് എവിടെയോ എഴുതിയപ്പം ഞാൻ വളരെ സ്നേഹപൂർവ്വം എഴുതി, ഇത് യേശുക്രിസ്തുവിനെ അതേ ഒരു പുതിയ ഉപദേശമായിട്ട് വിചാരിച്ചു, ഇത് യേശുക്രിസ്തുവിനെ അറിയത്തില്ലായിരുന്നോ ഫിലേമോനെ എന്ന് എഴുതി. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ ചെറിയ മൊബൈലിൽ എഴുതി, എൻ്റെ ഈ കണ്ണാടി ഇല്ലായിരുന്നു. അപ്പൊ അതിലൊരു അക്ഷരപ്പശു വന്നു, ഫിലേമോനെ എന്ന് എഴുതിയില്ല. അത് ഞാൻ ഫിലേമോനെ ചീത്ത വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു യേശുനാമക്കാരി സഹോദരി ഒരു പോസ്റ്റ് ഇട്ടു. അവര് പോസ്റ്റ് ഇട്ട് അത് വലിയ, എന്നാ നിങ്ങൾ അവിടെ തന്നെ നോക്കി, ആ പോസ്റ്റിൽ തന്നെ നോക്കി അറിയാം, അവരെന്നെ വിളിച്ചിരിക്കുന്നത് മിസ്സിസ് ഷിബു എന്നാണ്. അവിടെ ഇപ്പോൾ നിങ്ങൾ ആ പോസ്റ്റ് ഈ കണ്ടോണ്ടിരിക്കുന്നവരെ നോക്ക്. ഞാനതിന് ബഹളം വെക്കുന്നില്ലല്ലോ. മിസ്റ്റർ ഷിബു പീഡിയക്കലിന് അടിച്ച ഒരു എസ് കൂടി അല്ല മിസ്സിസ് നായിക്കാണ്. കാരണം ഇതിനകത്ത് ഓട്ടോ കറക്ഷൻ ഒക്കെ വരും. പ്രത്യേകിച്ച് എന്റെ ഫോണിനാണെങ്കിൽ എന്തെല്ലാം നമ്മൾ അടിക്കുന്ന സാധനം ഒന്നും അല്ല വരുന്നത്. ഈ ആപ്പിൾ ഫോണ് ഇഷ്ടമുള്ള സാധനം എല്ലാം അത് കറക്റ്റ് ചെയ്ത് വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അക്ഷരം മാറ്റിയൊക്കെ കയറ്റിവിടും. ഓട്ടോ കറക്ഷൻ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല വരുന്നത്. അപ്പൊ അതിനകത്ത് മിസ്സിസ് ഷിബു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് എതിര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിനകത്ത് നമ്മുടെ നരകൻ ജോർജ് എന്നെ എന്തെല്ലാം ചെയ്തേ വിളിക്കുന്നേ, എന്തോ വലിയൊരു താല്പര്യം കിട്ടുന്ന രീതിയിൽ എന്നെ അയാൾ വിളിക്കുന്നത് ഉള്ളാടൻ എന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവരത്തോളം ജാതി വെറിയുള്ളവര് ഈ ഉള്ളാടൻ എന്ന് പറഞ്ഞാൽ അത്ര മോശം ജാതിയാണോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിളിക്കുമ്പോ ആ ഉള്ളാടന്മാർ എന്തോ കുറഞ്ഞവരാണെന്ന് നിങ്ങൾ തന്നെ പറയുക. വളരെ മോശമല്ലേ? ഉള്ളാടന്മാരൊന്നും ഫേസ്ബുക്കിൽ ഇല്ലെന്നുള്ള ഒരു ധാരണയിലായിരിക്കും, എനിക്കറിയാം. അപ്പൊ എനിക്ക് ഇപ്പൊ എന്നെ ഉള്ളാടെന്ന് വിളിച്ചാലോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് നരകൻ ജോർജ് ഇനിയും വിളിക്കുക, ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് എനിക്ക് പ്രതികരണങ്ങളില്ല. കാരണം ആശയങ്ങൾ വരുമ്പോൾ ആ ആശയങ്ങളെ എതിർക്കാൻ ത്രാണിയില്ലാത്ത ഒരു വ്യക്തിയെ ആക്രമിക്കും. അതൊരു ഫാസിസ്റ്റ് പ്രവണതയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവരൊരിക്കലും ആശയങ്ങളെ എതിർക്കാൻ ആളെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ ഇവർക്ക് അതിനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് ഇവർ സ്വഭാവഹത്യ നടത്തും, വ്യക്തിഹത്യ നടത്തും,
തേജോവധം എന്ന് പറയും, തേജോവധം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവരുടെ നിലവാരത്തിലേക്ക് എന്നെ വലിച്ചു താഴ്ത്തിയിട്ട് ഞാൻ ശ്രദ്ധ വെച്ചിരിക്കുന്ന അതിവിശിഷ്ടമായ ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. നമ്മൾ പിന്നെ ഈ കടിപിടി കൂടാൻ വേണ്ടി പോവുക. അപ്പൊ അങ്ങനെ കടിപിടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലാണ് അവരുടെ ശ്രദ്ധ. അപ്പൊ അതിലിപ്പോ താല്പര്യമില്ല. നമ്മൾ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കിവിടെ ആശയദാരിദ്ര്യങ്ങളോ വിഷയദാരിദ്ര്യങ്ങളോ ഇവിടെ ഒട്ടും അനുഭവപ്പെടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, മലയാളി പെന്തക്കോസ്തുകാരെ പറ്റി എനിക്ക് ആക്ഷേപമൊന്നുമില്ല. ഇപ്പൊ മലയാളി പെന്തക്കോസ്തിന്റെ കാവലാളാണെന്നൊക്കെ പറഞ്ഞ് ഒരാളെ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത്, അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ സെപ്റ്റിക് ടാങ്കിനൊക്കെ കാവൽക്കാരെ വെക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. നല്ല കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒരു ടിക്കറ്റ്, നമ്മുടെ പ്രോഗ്രാമിനൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, ticketmaster.com. നിങ്ങൾ നോക്കിയാൽ മതി. അമേരിക്ക നടക്കുന്ന ഏത് പ്രോഗ്രാമിന്റെ ടിക്കറ്റ് വേണമെങ്കിലും ആ സൈറ്റിൽ ചെന്നാൽ കിട്ടും. അപ്പൊ ആ സൈറ്റുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന്, പ്രയാസം വന്ന്, ഇടർച്ച വന്ന ആളുകൾ ഇവന്റെ അടുത്ത് നിന്ന് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സൈറ്റ് അടുത്തൊരു സൈറ്റ് ഉണ്ട്, ticketservant.com. ticketmaster.com-നോട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ticketservant.com-ൽ പോയി ടിക്കറ്റ് എടുക്കുക. സത്യത്തിൽ ഈ രണ്ട് സൈറ്റും ഒരാളുടെ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയാണ് രണ്ടാമത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ അടുത്ത ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്, സിൽവർ ലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ. ഞാൻ അവിടെ ചെന്നു കൊച്ചിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി. അവിടെ ചെന്ന് അതിന്റെ ഉടമസ്ഥനെ കണ്ടു, വർത്താനം പറഞ്ഞ്. അയാളൊരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. അയാളോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ സിറ്റി 3 ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പൊ അയാളോട് സംസാരിച്ചു, കുറെ വർത്താനം പറഞ്ഞപ്പോഴൊക്കെ അയാൾ എന്നോട് പറഞ്ഞു, മറ്റേ 2 ഡ്രൈവിംഗ് സ്കൂൾ, ഞാൻ മറ്റേ 2 ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റി ചോദിച്ചപ്പോൾ അതേ എന്നോട് പറയാം, അത് രണ്ടും എന്റെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവൻ പോയാലും അടുത്ത ഡ്രൈവിംഗ് സ്കൂൾ ആയതാണ്, അവിടെയും പ്രശ്നം ഉണ്ടാക്കി പോയാലും അടുത്ത്. അതായത് ആദ്യത്തെ പ്രധാന 3 ഡ്രൈവിംഗ് സ്കൂൾ ഒരാൾ തന്നെ വെച്ചിരിക്കുക. 3 പേര് 3 സ്ഥലത്ത് മുറി എടുത്ത് വാടകയും കൊടുത്ത് 3 നടത്തുന്ന അയാൾ. ഞാൻ ഈ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ യേശുനാമ പെന്തക്കോസ്തും അല്ലാത്ത പെന്തക്കോസ്തും ഈ കോസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ കാര്യമാണ് അവർ ഉപദേശിക്കുന്നത്, ഒരേ കാര്യമാണ് വിശ്വസിക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് അവർ നാടകം നടത്തുകയാണ്. തൃത്വമാണ്, തൃത്വ സംവാദമാണ്. മലയാളി പെന്തക്കോസ്ത് തൃത്വവിശ്വാസികളല്ല, ട്രിനിറ്റേറിയൻസ് അല്ല. ട്രിനിറ്റേറിയൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ജസ്റ്റ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം പറഞ്ഞാൽ ട്രിനിറ്റി ആകത്തില്ല. ട്രിനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ ഉണ്ട്. ആ ഡോക്ട്രിനിൽ വ്യത്യാസമുണ്ട്. അല്ല വെറുതെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ഇടയ്ക്കൊന്ന് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അത് ട്രിനിറ്റേറിയൻ ആകുന്നില്ല. ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിൽ വിശ്വസിക്കുമ്പോൾ ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്ന 3 വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദൈവശാസ്ത്ര മേഖലകളും നിർവചിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തമായ ദൈവശാസ്ത്രമുള്ള സഭയാണ് ട്രിനിറ്റേറിയൻ സഭ. അല്ലാതെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ട്രിനിറ്റി ആവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ട്രിനിറ്റേറിയൻ ചർച്ച എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വിവരമുള്ള ആളുകൾ പറയട്ടെ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇടയ്ക്ക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കരുത്. മറ്റേ യേശുനാമ ഉപദേശം തന്നെയാണ്. ആരാധനയിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും യേശുനാമ വിശ്വാസം ഹോൾഡ് ചെയ്തിട്ട് ഞങ്ങൾ ട്രിനിറ്റേറിയൻസ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഈ പ്രചരണം നടത്തുന്നത് കേവലം നിങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയാൻ വേണ്ടിയൊന്നും അല്ല. ഞാൻ ദൈവത്തിന്റെ ഹൃദയം എന്താണെന്നും ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നും ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുമാണ് പ്രസംഗിക്കുന്നത്. ദാറ്റ് ഈസ് മൈ മിഷൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണം. ഐ ഓഫ് ദ മൈൻഡ്, മനസ്സിന്റെ കണ്ണ്, ഹൃദയത്തിന്റെ ദൃഷ്ടി. അപ്പൊ ഐ ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഐ ഓഫ് ദ മൈൻഡ്.
ഐ ഓഫ് ദ മൈൻഡ് ഓപ്പൺ ചെയ്യിക്കുക എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് ഗോസ്പൽ, സുവിശേഷത്തിന്റെ ശുശ്രൂഷ. അല്ല, സുവിശേഷത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് മതപരിവർത്തനം നടത്തുന്നല്ല. ഐ ഓഫ് ദ മൈൻഡ് ഓപ്പൺ ചെയ്യിക്കണം. അപ്പൊ ഐ ഓഫ് ദ മൈൻഡ് ഓപ്പൺ ചെയ്യിക്കാൻ നിങ്ങളുടെ ഐ ഓഫ് ദ മൈൻഡ് ഓപ്പൺ ആയോ? നിങ്ങൾ ആ സത്യം കണ്ടോ? ആ ഗ്ലോറി. അപ്പൊ ആ ഗ്ലോറി ആളുകൾ കാണാൻ വേണ്ടി പ്രീച്ച് ചെയ്യുന്നതാണ് ഗോസ്പൽ. അപ്പൊ ഞാൻ അതാണ് ഉന്നം വെച്ചിരിക്കുന്നത്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ മതത്തിൽ ഇടപെടാനല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങള് ഈ ലോകത്തിന്റെ പ്രഭു സുവിശേഷത്തിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ അന്ധമാക്കിയിരിക്കുന്നു. അതായത് ഐ ഓഫ് ദ മൈൻഡ് ബ്ലൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഐ ഓഫ് ദ മൈൻഡ് ഓപ്പൺ ചെയ്യുക, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുക, ഇതാണ് സുവിശേഷത്തിന്റെ ഗോള്. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്. ഇതാണ് സഭയുടെ ദൗത്യം. ഇതാണ് എഫേസ്യ ലേഖനം പറയുന്നത് മുഴുവനായ കാര്യം. അപ്പൊ എഫേസ്യ ലേഖനം പറയുന്ന ആ ഗോള്, അതിലേക്കാണ് ഈ പ്രസംഗം നടത്തുന്നത്. ഇതല്ലാതെ ഒരു സഭാവിഭാഗത്തിന്റെ കാര്യമോ മതവിഭാഗത്തിന്റെ കാര്യമോ അല്ല. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു അതിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ പല തടസ്സം ഉണ്ടാക്കും. അതിലൊരു തടസ്സമാണ് തങ്ങൾ ട്രിനിറ്റേറിയൻസ് അല്ലാതിരിക്കെ ട്രിനിറ്റേറിയൻസ് എന്ന് വെറുതെ അവകാശപ്പെടുന്നവർ. ഇപ്പം വന്നസുകാരെക്കാളും സത്യസുവിശേഷത്തിന് തടസ്സം നിൽക്കുന്നത് ഈ വ്യാജ ട്രിനിറ്റേറിയൻസ് ആണ്. അപ്പൊ വ്യാജ ട്രിനിറ്റേറിയൻസ്, അപ്പൊ അതിനെ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എക്സ്പോസ് ചെയ്യുന്നതാണ് ഇത് രണ്ടു കൂട്ടരും ഒന്നാണ്, അതും ഇതും സെയിം ആണ്. അതായത് യേശുനാമക്കാരും ഈ പറഞ്ഞ പെന്തക്കോസ്റ്റൽ വിശ്വാസം ഒന്നാണ്. കാരണം അവർ യേശുവിനെയാണ് ആരാധിക്കുന്നത്, യേശുവിനെ മാത്രം. അപ്പൊ അതിന്റെ ന്യായീകരണം കൊണ്ട് ഞങ്ങൾക്ക് യേശുവിനോട് ഭയങ്കര പ്രേമമാണെന്നും വളരെ ദയനീയമായിരിക്കുന്ന വാദമുഖങ്ങൾ ഉയർത്തുകയാണ്. യേശുവിനോട് സ്നേഹം, അതൊരു മറ്റൊരു യേശുവാണ്. അതാണ് ഞങ്ങൾ പറയുന്നത് അനദർ ജീസസ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ചിന്തയിൽ ഞാനതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് വ്യക്തിപരമായി ആക്രമിച്ചാലോ ചീത്ത വിളിച്ചാലോ അതിന് പ്രതികരിക്കുന്നില്ല. കാരണം ഇവിടെ വളരെ ബിസിയാണ്, വേറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. If when an oppressed or depressed person comes to you, they need deliverance from that situation, then we can share glorious gospel. ജോസഫ് കുരുവിള, അതൊരു സത്യമാണ്. പക്ഷേ ഗ്ലോറിയസ് ഗോസ്പൽ പറയുമ്പോൾ മാത്രമാണ് ശരിയായ ഡെലിവറൻസ് ഉണ്ടാകുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ അനുസരിച്ച് മാനസാന്തരം എന്താണ്, അത് ഞാൻ ഒരിക്കൽ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മനസാന്തരം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ കാണുന്ന പദാർത്ഥ നിബദ്ധമായ സാഹചര്യ ബന്ധിതമായ നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതാകുമ്പോഴാണ് മനസാന്തരം ഉണ്ടാകുന്നത്. അപ്പൊ ആ നിലനിൽപ്പാണ് നമുക്ക് ദുഃഖങ്ങളെ കൊണ്ടുവരുന്നത്. അതാണ് നിങ്ങൾ എന്നിൽ വസിപ്പീൻ എന്ന് ക്രിസ്തു പറഞ്ഞത്. അത് ഞാൻ ഒരിക്കൽ വിശദീകരിച്ചാണ്, ഇന്നിപ്പോ ആ ടോപ്പിക്കിലേക്ക് സമയമില്ല. അതാണ് മാനസാന്തരം. അപ്പൊ ആ മാനസാന്തരം പ്രസംഗിച്ച് കഴിയുമ്പോൾ ദുഃഖങ്ങൾക്ക് നിവാരണം ഉണ്ടാകും, പ്രശ്നങ്ങൾക്കും നിവാരണം ഉണ്ടാകും. ഇപ്പൊ ഈ പറയുന്ന ഡെലിവറൻസുകാരുടെ അടുത്ത് പോയിട്ട് ആരാണ് ഡെലിവർ ആകുന്നത്, എത്ര അളവിൽ ഡെലിവർ ആകുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം പരിശോധിക്കാം. അപ്പൊ ഇതെല്ലാം വ്യാജമായിരിക്കുന്ന അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളുമാണ്. വ്യാജമായിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആളുകൾക്ക് അപകട മരണങ്ങൾ വരുന്നു, അകാല മരണങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, ദുഃഖങ്ങൾ വരുന്നു, നഷ്ടങ്ങൾ വരുന്നു. ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി ഇല്ല എന്നതാ വാസ്തവം. ഇപ്പൊ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരളത്തിൽ 85 പാസ്റ്റർമാരാണ് അപകടത്തിൽ മരിച്ചത്. വിശ്വാസികൾ അതിൽ കൂടുതൽ. അകാല മരണം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ വളരെയധികം ചെറുപ്പക്കാര് പെന്തക്കോസ്തിൽ നിന്ന് മരിച്ചു. വളരെ ദുഃഖകരമായി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി ലോസുകളും ആ കൂടെ ഉണ്ടായി.
അകാല മരണം. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ അമേരിക്കയിൽ അകാല മരണം ഉണ്ടായി, ഇന്ത്യയിൽ 2 അകാല മരണം ഉണ്ടായി, അപകട മരണം ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ച തന്നെ. എല്ലാം പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞാനതിൽ ദുഃഖിക്കുന്നുണ്ട്. കാരണം ചില ആളുകൾ എനിക്ക് അറിയാവുന്നതാണ്, ചില കുടുംബങ്ങളിൽ. ഞാൻ പറഞ്ഞത് അതിൽ ബ്ലെയിം ചെയ്യല്ല. ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒരു കമ്മ്യൂണിറ്റിക്കും അപകടങ്ങൾക്കെതിരായിട്ടോ രോഗങ്ങൾക്കെതിരായിട്ടോ ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി ഇല്ല. അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഞങ്ങളുടെ കൂടെ കൂടിയാൽ കിട്ടും എന്ന് വ്യാജമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കമ്മ്യൂണിറ്റിക്കും സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി ഇല്ല. ഒരു കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന വിഭാഗം TPM ആണ്. TPMലെ പാസ്റ്റർമാർക്കാണ് ഏറ്റവും ആയുർദൈർഘ്യം കുറവ്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നു, TPMൽ പിന്നെ വിശ്വാസികൾ ഒത്തിരി പേര് ഇപ്പം മരുന്ന് കഴിക്കുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാസ്റ്റർമാര് പാവം ചുറ്റും ഇവർ ഈ വിശ്വാസികൾ കണ്ണുമായിട്ട് നിൽക്കും. മരുന്ന് കഴിക്കുന്ന വിശ്വാസിയും പാസ്റ്റർ മരുന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ല. പാസ്റ്റർക്കിടയിൽ അസുഖം വന്ന് ഇവൻ പോയി ചുറ്റും കട്ടിൽ ചുറ്റും നിൽക്കും. എന്ന് പറഞ്ഞു വിട്ടിട്ടേ അവൻ മാറത്തുള്ളൂ. എന്നിട്ട് പറയും ഭയങ്കര വിശ്വാസം. ഞങ്ങളുടെ പാസ്റ്റർമാരെ കാണും. ഈയിടെ എന്നോട് ഒരു TPMലെ വിശ്വാസി പറയാ, ഞങ്ങളുടെ പാസ്റ്റർമാരെ കണ്ട വിശ്വാസമാണെന്നറിയോ, മരുന്ന് കഴിക്കത്തില്ല, എന്നെ അസുഖം വന്നാലും മരുന്ന് കഴിക്കത്തില്ല. ഞാൻ ചോദിച്ചു നിങ്ങളോ? ഞങ്ങൾ കഴിക്കും. ഇത്രയും നീചമായ ഒരു ഗ്രൂപ്പ്, ഞാൻ കുറ്റം പറയുന്നല്ല. പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പാവം ഫെയ്ത്തോമിൽ കിടക്കുന്ന അവർക്കും വല്ല മരുന്നും മേടിച്ചു കൊടുക്കും. അവരും കഴിക്കട്ടെ. നിങ്ങളെ പേടിച്ച് അവർക്ക് കഴിക്കാനും അവരിപ്പോ ഈ വേഷം കെട്ടിപ്പോയല്ലോ. ഈ ഉണ്ടല്ലോ എന്നാ പറഞ്ഞേ, തുള്ളാൻ തുടങ്ങി ഇവൻ ശൂലം കുത്താൻ ഇവൻ നിർബന്ധിതരാകുക. കാരണം വിശ്വാസികളുടെ ഉത്സാഹിപ്പീര് മൂക്കുമ്പം ഇവൻ 1, 2, 3 പിന്നെ വേദന മറന്ന് അവൻ ശൂലം കുത്തുകയാണ്. ശൂലം കുത്തി തുള്ളുകയാണ്. പിറ്റേ ദിവസമാണ് അവൻ ആ പേഴ്സണലായി തീരും. വേദനയില്ല, സംഘമെല്ലാം പിരിഞ്ഞു പോകും. അപ്പൊ അതുപോലെയാണ് ഇവരെ നിങ്ങൾ മുൾമനയിൽ നിർത്തുക, പ്രഷർ കൊടുക്കുകയാണ്. നിങ്ങൾ വിശുദ്ധനാണെന്നും നിങ്ങൾ ദൈവത്തോട് അടുത്ത ആളാണെന്നും നിങ്ങൾക്കൊന്നും വരികയല്ലെന്നും നിങ്ങൾ അങ്ങനെ പ്രഷർ കൊടുക്കുകയാണ്. വിശ്വാസികളെ നോക്കിക്കോ, TPMലെ എല്ലാം ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ മണി മേക്കിംഗ് ബിസിനസ്. പണ്ടൊരിക്കൽ ഒരു വിമാനത്തിൽ എല്ലാവരും പോകും, വിമാനം തകർന്ന് രണ്ട് എഞ്ചിനും നിന്നുപോയി. അപ്പൊ പൈലറ്റ് അനൗൺസ് ചെയ്ത് 2 എഞ്ചിനും തകരാറിലാണ്, വിമാനം ഒരു നിവൃത്തിയില്ല, തകർന്നു വീഴും. അപ്പൊ കുറച്ച് മിനിറ്റുകൾ അവശേഷിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണം ചെയ്യാം? വീട്ടിലോട്ട് ഫോൺ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണം ഫോൺ ചെയ്യാം, ഒച്ചത്തിൽ നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, എന്തും ചെയ്യാം. കാരണം തീരാൻ പോവാം. ഏകദേശം 160 യാത്രക്കാരുള്ള വിമാനം മിനിറ്റുകൾക്ക് തരുമെന്ന് അറിഞ്ഞപ്പോ എല്ലാവരും കാറി നിലവിളിച്ച് വെള്ളം വെച്ച് നോക്കിയപ്പം ആ വിമാനത്തിൽ ഒരു പാസ്റ്റർ ഇരുന്ന് ഉറങ്ങുക. പുള്ളി ഇതൊന്നും അറിഞ്ഞില്ല. അപ്പൊ എല്ലാവരും ഇദ്ദേഹം ഒരു പാസ്റ്റർ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പം വിമാനത്തിലുള്ള നമുക്ക് എന്നാ അയാളെ കൊണ്ട് ആത്മീയമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കാം. കാരണം നമ്മളെല്ലാം കൂടെ തീരാൻ പോവാണ്. ഉള്ള പാപമൊക്കെ ചെയ്ത് ചില പാവങ്ങൾ പ്ലാനും ചെയ്താണ് വിമാനത്തെ പോയി. അപ്പൊ ഈ തടുത്തിരുന്ന യാത്രക്കാരനാണ് ഈ പാസ്റ്ററെ കുലുക്കി വിളിച്ചു, പാസ്റ്റർ പാസ്റ്റർ വേക്ക് അപ്പ്, പാസ്റ്റർ വേക്ക് അപ്പ്, ഡു സംതിങ് സ്പിരിച്വൽ, വി ഓൾ ആർ പെരിഷിംഗ്. പാസ്റ്റർ പെട്ടെന്ന് ഞെട്ടിയാണെന്ന് എഴുന്നേറ്റ് ഒരു സ്തോത്രാഴ്ച അങ്ങെടുത്തു. പെട്ടെന്ന് ഒരു കൈ കിട്ടിയ ഒരു സഞ്ചി എടുത്ത്. ഇതാണ് ഈ ലോകത്തിന്റെ ചിത്രം. അവരെ സംബന്ധിച്ച് മണി മേക്കിംഗ് ആണ്. മണി മേക്കിംഗ് നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക. സത്യ ഉപദേശം, സത്യവചനം ഇതൊന്നും അല്ല പറയുന്നത്. ഞാനിന്ന് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരിയുകയാണ്. ഒരു ടോപ്പിക്ക് പറയുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ചിരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നു. വാഷിംഗ് ഓഫ് ദ ഫീറ്റ്. യേശു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ ശീമോൻ പത്രോസിന്റെ അടുക്ക വന്നപ്പോ അവൻ, കർത്താവെ, നീ എന്റെ കാൽ കഴുകുന്നുവോ? യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് ഇന്നതെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവ് എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മിക്ക കാര്യങ്ങൾക്കും ഒരു 2 മീനിങ് നമുക്ക് കാണാൻ പറ്റും. ആ ഗോസ്പലിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ അതിന്റെ ഒരു പ്ലെയിൻ മീനിങ് നമുക്കറിയാം. ഹ്യൂമിലിറ്റി, താഴ്മയെ കർത്താവ് കാണിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ എളിമയുള്ളവരായിരിക്കണമെന്നും മറ്റുള്ളവരെ സർവീസ് മൈൻഡ്, സേവന മനോഭാവം വെച്ചു പുലർത്തുന്നവരായിരിക്കണമെന്നും ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി അത് പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഒരു ആത്മീകമായ സത്യം അവർക്കുണ്ട്. ദേ ആർ ഓൾറെഡി എലിജിബിൾ. യേശു പറയാണ്, നിങ്ങൾ എലിജിബിൾ ആണ്, പക്ഷെ നിങ്ങളുടെ ഈ കാലുകൂടെ കഴുകാനുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ പറ്റിയിരിക്കുന്ന പാദത്തിലെ ധൂളികൾ കഴുകുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന അഹന്തയുടെ ധൂളികൾ കൂടെ ഞാൻ കഴുകി മാറ്റിയെങ്കിലേ നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യരാകുകയുള്ളൂ ദൈവരാജ്യത്തിൽ. അപ്പൊ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത് നമ്മുടെ എല്ലാ അഹന്തയും മാറിപ്പോവുക എന്നുള്ളത്. സ്വയഭാവങ്ങളും ഞാനെന്ന ഭാവങ്ങളും പൂർണ്ണമായിട്ട് മാറാതെ ഈ ഗോസ്പൽ ക്യാരി ചെയ്യാൻ നിങ്ങൾ യോഗ്യരല്ല. അപ്പൊ അതാണ് യേശു അവിടെ കാണിക്കുന്നത്. നിശ്ചയമായും ഇതൊരു ഫിസിക്കൽ ആക്ഷനാണ്. ഫിസിക്കലി ഇത് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ യേശു പറയല്ല. ഫിസിക്കലി അവരെ ടച്ച് ചെയ്ത്, അവരെ തൊട്ട് ഒരു ഫിസിക്കൽ ആക്ഷൻ. നമ്മൾ ഈ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫിസിക്കൽ ആക്ഷനാണ് ഇത്. സ്നാനം അല്ലെ മാമോദിസ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ മിസ്റ്ററി കിടക്കുന്നത്. കാരണം ഈ കഴുകൽ കൂടാതെ നിങ്ങൾക്ക് എന്നോടുകൂടെ പങ്കില്ല. ഈ കഴുകൽ കൂടാതെ നിങ്ങൾക്ക് എന്നോടുകൂടെ പങ്കില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശിഷ്യന്മാരെ ഏൽപ്പിക്കുക. ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത് 3 കാര്യങ്ങളും ഫിസിക്കൽ ആക്ടിലൂടെയാണ് യേശു ഏൽപ്പിക്കുന്നത്. ഫിസിക്കൽ ആക്ടിലൂടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ യേശു കർത്താവ് നമ്മൾ പഠിക്കുമ്പം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം, സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യന്മാർക്ക് നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഫിസിക്കലായിട്ടാണ് ചെയ്യുന്നത്. ടാൻജിബിൾ ആയിട്ട്, സ്പർശനീയമായ വിധത്തിൽ. ഇതൊരു ഉപദേശം പറയുക അല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന മേഖലയാണ്. ഇത് കർത്താവ് വേണമെങ്കിൽ ഇത് പറഞ്ഞാൽ മതി, ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി, ഇത് എന്റെ ശരീരം അല്ല. കർത്താവ് അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് അവരോട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. പാനപാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാകുന്നു. അതുപോലെ അവരുടെ കാല് കഴുകിയിട്ട് യേശു കർത്താവ് പറഞ്ഞു, ഇങ്ങനെ കഴുകപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുകൂടെ പങ്കില്ല. അടുത്ത ഒരു ഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ 3 സന്ദർഭങ്ങളാണ് നമ്മൾ കണ്ടത്. യേശു തന്റെ അപ്പോസ്തലന്മാരുമായിട്ടുള്ള 3 സന്ദർഭങ്ങൾ, 3 വിശേഷ സന്ദർഭങ്ങൾ. അതിൽ ഒന്നാമത്തെ സന്ദർഭത്തിൽ യേശു കർത്താവ് പരിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുന്നു.
രണ്ടാമത്തെ സന്ദർഭത്തിൽ യേശു കർത്താവ് പരിശുദ്ധ മാമോദീസായ്ക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. മൂന്നാമത്തെ സന്ദർഭത്തിൽ യേശു കർത്താവ് പാപമോചനത്തിനുള്ള അധികാരം തന്റെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്നു. 3 സന്ദർഭങ്ങൾ നമ്മൾ കാണും. ഇത് 3 നമ്മൾ വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ട 3 വിഷയമാണ്. വളരെ 3 സംഭവങ്ങൾ. കർത്താവ് സ്ഥാപിച്ച സഭ ഏതാണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ഫേസ്ബുക്കിൽ പറയാം, അങ്ങനെ ഒരു സഭ ഇല്ല, കർത്താവ് ഒരു സഭ സ്ഥാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർക്കും തോന്നുന്നതനുസരിച്ച് ഓരോരുത്തരും സഭ തുടങ്ങുകയാണ്. ബൈബിൾ ആരാ എഴുതിയത്? കർത്താവ് എഴുതുകയാണോ? കർത്താവ് ഒരു ബൈബിൾ എഴുതി. അപ്പോൾ ആ ബൈബിൾ വായിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സഭ തുടങ്ങുകയാണ്. കർത്താവ് ബൈബിൾ എഴുതിയിട്ടുമില്ല, ബൈബിൾ എഴുതാൻ കൽപ്പിച്ചിട്ടുമില്ല. കർത്താവ് ബൈബിള് എഴുതിയായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ എഴുതാൻ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. അപ്പൊ കർത്താവ് സഭയെ പണിയുവാനുള്ള ഇൻസ്ട്രക്ഷൻസ് തന്റെ ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. അതിൽ പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങളാണ്. ആ 3 സന്ദർഭങ്ങളും യേശു ഒരു ഫിസിക്കൽ ആക്ഷനിലൂടെ, അല്ലെങ്കിൽ എന്തോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ, എന്തോ ഒന്ന് കൈമാറ്റം ചെയ്തു. അപ്പം എടുത്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുവി. ആരാ ചെയ്യേണ്ടത്? ആരെങ്കിലും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതല്ല, അത് പ്രാപിച്ചവർ അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യുവി. അടുത്ത യേശു കർത്താവ് അവരുടെ മേൽ ഊതിയിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നെങ്കിൽ അത് മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിർത്തുന്നെങ്കിൽ അത് നിർത്തും. വ്യക്തമായിട്ട് പറയുക. യേശു കർത്താവ് ഈ പാപമോചനത്തിനുള്ള അധികാരം കൊടുക്കുമ്പോ തോമസ് അപ്പോസ്തലൻ ആ കൂടെ ഉണ്ടായിരുന്നു. നമ്മളത് അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദീദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഹേവോറ ആഴ്ചയിലെ തിങ്കളാഴ്ചത്തെ സെദറായിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള പ്രകാരം മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് യുക്തമാകുന്നു. നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ അവന് വറുത്ത മീനും തേൻകട്ടയും നൽകി. അവരുടെ കൺമുൻപിൽ വെച്ച് താനത് സ്വീകരിച്ചു ഭക്ഷിച്ചു. തന്റെ ഉയർപ്പിനെ അവരെ ഉറപ്പിച്ചു. ഉയർപ്പിന് മുമ്പും അതിന് ശേഷവും താൻ ഏത് ശരീരത്തിൽ ഇത് ഭക്ഷിച്ചുവോ ആ നമ്മിൽ നിന്നെടുത്ത ആ ശരീരത്തിന്റെ നിജാവസ്ഥയെ താൻ ഉറപ്പിച്ചു. ഇതൊക്കെ ദുരുപദേശങ്ങൾക്കെതിരായിട്ടാണ് ഈ സദറകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിന്റെ ശരീരം ഒരു പുക പോലെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന സുറിയാനിക്കാർ വരെയുണ്ട്. എന്നോട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. യാക്കോബായക്കാരും മാർത്തോമക്കാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് അപ്പം എടുത്തു കൊടുക്കുന്ന, ടാൻജിബിൾ ആയിട്ട് സ്പർശിക്കാൻ കഴിയുന്ന അപ്പം എടുത്തു കൊടുക്കുന്നത് അവന്റെ റിയൽ ബോഡിയെ സൂചിപ്പിക്കും. ഒരു ഇല്യൂഷൻ അല്ലിത്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും അതേ ശരീരത്തിൽ യേശു കർത്താവ് നിന്നത്, അതേ ശരീരത്തിൽ നമ്മിൽ നിന്നെടുത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൽ നിന്ന് സ്വീകരിച്ച ആ മനുഷ്യ ശരീരം, അതിനാണ് ആ ഭക്ഷണം കഴിച്ചു കാണിച്ചത്. അതാണ് ഈ സദറായിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇത് നമ്മുടെ ബ്ലസിമോടെ വയറ്റുവേദന മാറുന്നതും ബ്ലസിമോടെ പനിയാണ്. അപ്പൊ അതല്ല ഇവിടെ വിഷയം. ബ്ലസിമോടെ വയറുവേദന മാറ്റുന്ന ഒരു പ്രാർത്ഥനയല്ല. ബ്ലസിമോടെ വയറുവേദന മാറ്റുന്നു എന്റെ ജോക്കുട്ടന്റെ വിസ. അതല്ല ഇത്. ഞാൻ ആ സദറ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. തന്റെ ഉയർപ്പിനെ പറ്റി അവരെ ഉറപ്പിച്ചു. ഉയർപ്പിന് മുമ്പും അതിനുശേഷവും താൻ ഏത് ശരീരത്തിൽ ഇരുന്ന് ഭക്ഷിച്ചുവോ ആ നമ്മിൽ നിന്നെടുത്ത ആ ശരീരത്തിന്റെ നിജാവസ്ഥയെ ഉറപ്പിച്ചു. മോഹങ്ങളിൽ മുഴുകിയിരുന്ന നമ്മുടെ സ്വഭാവത്തെ തന്റെ ദൈവത്വമാകുന്ന അഗ്നിയുടെ യോജിപ്പാൻ ശക്തി പ്രാപിച്ചതിനെ മത്സ്യത്തിൽ കൂടെ താൻ സൂചിപ്പിച്ചു. തന്റെ മനുഷ്യത്വത്താൽ ചൂട് പിടിച്ചവരെ വറുത്ത മത്സ്യം എന്ന പോലെ ഉറപ്പിക്കുകയും തന്റെ ദൈവത്വത്താൽ സംബന്ധപ്പെട്ടവരെ താൻ ഭക്ഷിച്ച തേൻകട്ടയാൽ സ്ഥിരീകരിക്കുകയും ചെയ്തു.
താൻ എങ്ങനെ ഭക്ഷിച്ചു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ശ്ലൈഹിക വചനപ്രകാരം താൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. തന്റെ മരണത്തിൽ ശിഷ്യന്മാർ വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ തന്റെ സമാധാനത്താലും ദർശനത്താലും തന്റെ ഭക്ഷണ മുഖാന്തരവും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് വീണ്ടും സമാധാനം നൽകി. അവരോട് നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്തു. പാപത്താൽ പഴകിയിരുന്ന ലോകം മുഴുവനെയും ശിഷ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ ഊതി നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കുന്നു, അവ ക്ഷമിക്കപ്പെടും. ആരുടെയെങ്കിലും പാപങ്ങൾ പിടിച്ചാൽ അവ പിടിക്കപ്പെടും എന്നരുളി ചെയ്തു. ആചാര്യത്വത്തിന്റെ ശ്രേഷ്ഠദാനത്തെ 10 സ്ലീഹന്മാരും ക്ലയോഫായും ലൂക്കായുമാകുന്ന 2 അറിയിപ്പുകാരും ഉൾപ്പെടെ 12 പേർക്ക് നൽകി. എന്തെന്നാൽ തോമ ഓടി ഒളിച്ചിരുന്നു, യൂദാ നശിച്ചു പോയിരുന്നു. 12 എന്ന സംഖ്യയ്ക്ക് കുറവ് വരാതിരിക്കുവാൻ തന്നെ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമായുടെ ശിഷ്യന്മാർ ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവരുടെ വചനത്തെ വിശ്വസിച്ചില്ല. ഇത് ഒരു സംഭവം. അതായത് അവിടെ 12 പേരുണ്ടായിരുന്നു. ആ 12 പേർക്കാണ് യേശു പാപമോചന അധികാരമടക്കം പൗരോഹിത്യത്തെ നൽകി എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് നമ്മൾ പഠിച്ചത്. അത് കൈമാറ്റം ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ ചുമ്മാ അവിടെ എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവര് പോയി വിശ്വസിക്കുന്നുണ്ട്, തോന്നിവാസം ചെയ്താട്ടെ, അങ്ങനെ പറയല്ല. ഹാൻഡ് ഓവർ ചെയ്യാണ്. ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ആ വ്യക്തമായി അവരുടെ മേൽ ഊതി അവരോട് പറയാണ്, നിങ്ങൾക്ക് ഇത് തരുന്നു. അത് മനസ്സിലാക്കണം. മറ്റേ സമയത്ത് അവരുടെ കാല് കഴുകുകയാണ്. കാല് കഴുകുമ്പോൾ പത്രോസ് ഒബ്ജക്ഷൻ പറയാണ്. പത്രോസ് പറയാണ്, നീ എന്നെ കഴുകണ്ട. പറഞ്ഞ് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. വളരെ നമ്മൾ ചിന്തിക്കണം. കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ പ്രാപിക്കുന്ന ആളുകൾക്കാണ് ഈ പങ്കുള്ളത്, അല്ലാതെ പങ്ക് വരത്തില്ല. അതാണ് അപ്പോസ്തലനായ പൗലൂസ് കൊരിന്ത്യർ എഴുതുമ്പോ പറയാണ്, ഞാനിങ്ങനെ ബൈബിൾ വായിച്ചിട്ട് ഇറങ്ങിയ ആളല്ല. കാരണം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് മാത്രമാണ് അപ്പോസ്തലത്വമുള്ളത്. ആ അപ്പോസ്തലത്വം താൻ യേശുവിന്റെ കൂടെ ഇല്ലായിരുന്നു. താൻ യേശു കർത്താവിനെ ശിഷ്യന്മാരെ ഉപദ്രവിച്ച ആളാണ്. അപ്പൊ കൊരിന്ത്യർ പൗലൂസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചതും എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പോസ്തലൻ പൗലൂസ് അവിടെ ഇല്ലായിരുന്നു. പക്ഷേ പൗലൂസ് അപ്പോസ്തലനെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാടിനാൽ ആ രഹസ്യങ്ങളുടെ മാളികയിൽ കൊണ്ടുചെന്നിരുത്തി അതിൽ സംബന്ധമുള്ളവനാക്കി അവനെ അപ്പോസ്തലത്വവും പ്രവാചകത്വവും പൗരോഹിത്യവും ഏൽപ്പിച്ചു. നമ്മൾ ആ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ഇങ്ങനെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാം, ലോകത്താരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവ് സ്ഥാപിച്ച സഭ എങ്ങനെയാണ് പോരുന്നതെന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്തിലുണ്ട്. അപ്പൊ ഇതിനെ തിരുവെഴുത്തിൽ നിന്ന് വേണം നമ്മൾ ഖണ്ഡിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് ഒരാവേശം കയറുന്ന ഒരാൾക്ക് ഇങ്ങനെ സഭ തുടങ്ങാം. അങ്ങനെയാണ്. വ്യക്തമായ ഉപദേശങ്ങളുണ്ട്. യേശു പഠിപ്പിച്ച എന്താണ്, ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ശിഷ്യന്മാർ കേട്ടത്, അത് കൈമാറിയത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ 3 കാര്യങ്ങൾ വരുന്നത്. 3 കാര്യങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ആ അപ്പം നുറുക്കൽ. അപ്പൊ ആ അപ്പം നുറുക്കലിനെ പറ്റി പഠിക്കുമ്പോഴും ഓരോ പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ ഞാൻ കമന്റുകൾ നോക്കാം. മെസ്സേജിൽ സ്തുതി യുവാക്കപ്പെട്ട സത്യസഭ എതിർക്കുക. ഡോക്ട്രിൻ അതാത് ചർച്ചിന്റെ വെബ്സൈറ്റിൽ കിട്ടും. അഭിലാഷ് സിയെ വളരെ നല്ലതാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല.
ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഡോക്ട്രിൻ ആയിരിക്കണം. ഡോക്ട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ല, നമ്മുടെ ലൈഫിലാണ്. അപ്പൊ നമ്മുടെ പ്രയേഴ്സും നമ്മുടെ ഓഫറിങ്ങും നമ്മുടെ പ്രൈസും എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വേണം. ഞങ്ങൾ വിശ്വസിക്കുന്നത് ട്രിനിറ്റേറിയൻ ഗോഡിനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ട്രിനിറ്റേറിയൻ ഗോഡിലെ ട്രിനിറ്റിയെ സെപ്പറേറ്റ് ചെയ്യാണ്. ട്രിനിറ്റേറിയൻ ഗോഡിനെ ട്രിനിറ്റേറിയൻ വേയിലല്ല വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കള്ളന്മാരാണ് എന്ന് വരും. അതതിന്റെ പ്രശ്നം. നമ്മൾ കള്ളന്മാരാണെന്ന് വരും. ദിസ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് വേർഷൻ ഓഫ് നിക്കിയൻ ആൻഡ് ഓർത്തഡോക്സ് ചർച്ചിന്റെ രജിസ്ട്രേഷൻ എന്തുവാണ്? ഓർത്തഡോക്സ് ചർച്ചിന്റെ രജിസ്ട്രേഷൻ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഓർത്തഡോക്സി ചർച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാർക്ക് നേരിട്ട് ഒരു പ്രാവശ്യം അപ്പം നുറുക്കി കൊടുത്തു, ഒരു പ്രാവശ്യം ഊതിയിട്ട് പാപമോചനത്തിനുള്ള അധികാരം കൊടുത്തു, ഒരു പ്രാവശ്യം കാല് കഴുകിയിട്ട് മാമോദിസായെ സൂചിപ്പിച്ചു. പത്രോസ് ചോദിക്കുന്നുണ്ട്, മുഴുവനായിട്ട് ഇങ്ങനെ പോയി കുളിപ്പിക്കണോ? അതിന് കർത്താവ് പറഞ്ഞു, വേണ്ട, ശുദ്ധിയുള്ളവരാണ് നിങ്ങൾ, നിങ്ങളുടെ കാലുകൾ കഴിയാൻ മതി. അപ്പൊ ആ അധികാരത്തോടു കൂടെ സഭ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇപ്പൊ മെസ്സേജിൽ ഒരാൾ ചോദിച്ചത്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, കർത്താവ് പുളിപ്പില്ലാത്ത അപ്പമാണ് എടുത്തത്. പുളിപ്പില്ലാത്ത അപ്പമാണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം എടുക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഈ കുർബാന സ്ഥാപിച്ചത് പെസഹായുടെ എന്നാണ്. എന്നാൽ പരിശുദ്ധ റൂഹ കാത്തിരുന്ന ശിഷ്യ സമൂഹത്തിന്റെ മേൽ വന്നത് പെന്തക്കോസ്തിയുടെ അന്നാണ്. അപ്പൊ പെന്തക്കോസ്തി പെരുന്നാള് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ ലേവ്യ പുസ്തകത്തിലുണ്ട്. അത് നമ്മൾ നോക്കാൻ പോവാ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 15-ാം വാക്യം. ശബത്തിന്റെ പിറ്റേനാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ എണ്ണി 7 ശബത്ത് തികയണം. 7 ശബത്ത് എന്ന് പറഞ്ഞാൽ 7 ആഴ്ചയാണ്. 7 7 49 ദിവസം. 7ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ബോധനയാഗം അർപ്പിക്കണം. ഈ 50 എന്നുള്ളതിന്റെ അർത്ഥം അതാണ് പെന്തക്കോസ്തി. അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായതാണ് പെന്തക്കോസ്തി. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പത്തോടുകൂടെ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടൻ കുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാകവും പാനീയയാകവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായിരിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിന്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവ പുരോഹിതന് വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അന്ന് തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങളുടെ തലമുറയെ നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അപ്പം നിങ്ങള് ഇവിടെ വ്യക്തമായിട്ട് വായിക്കുന്നത് ശബത്ത് ഉപദേശക്കാരുണ്ട്. ഇപ്പൊ ഞാൻ അവരെ പറ്റി ഇതുവരെയും കമന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ശബത്ത് ഉപദേശക്കാരെ ഡീൽ ചെയ്തിട്ടില്ല. എന്നാൽ ശബത്ത് ഉപദേശക്കാർ ഈയിടെയായിട്ട് നല്ല ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ശല്യമല്ല, ഓക്കെ. അവർ എന്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ധാരാളം കമന്റ് എഴുതുന്നുണ്ട്. അപ്പൊ ആ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സഹോദരങ്ങൾ കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ശബത്ത് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഞങ്ങൾ മറ്റൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളിവിടെ നോക്കുക, 7 ശബത്ത് എണ്ണണം. എണ്ണി 7 ശബത്ത് തയ്ക്കണം. 7ാമത്തെ ശബത്തിന്റെ പിറ്റേനാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ 7ാമത്തെ ശബത്തിന്റെ പിറ്റേനാൾ 50-ാം ദിവസം, അത് ഞായറാഴ്ചയാണ്. 7ാമത്തെ ശബത്തിന്റെ പിറ്റേ ദിവസം 50-ാം ദിവസം, അത് ഞായറാഴ്ചയാണ്. ശബത്ത് സഹോദരങ്ങൾ മനസ്സിലാക്കണം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 16-ാം വാക്യം. 7 ശബത്ത് എണ്ണം. 7ാമത്തെ ശബത്തിന്റെ പിറ്റേനാൾ.
7-7-49. 49ന്റെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ശബത്തിന്റെ പിറ്റേന്ന്. ആ ഞായറാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം? അന്ന് നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. ഇത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഈ ചട്ടമാണ് ക്രിസ്തീയ സഭ ആദ്യം മുതൽ ഞായറാഴ്ച ആരാധിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ദേശീയ ഞായറാഴ്ച നിയമം മാർപ്പാപ്പ മാറ്റി, എതിർ ക്രിസ്തു ആണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് വരുന്നു, ദേ വരുന്നു, ആണ്ട് വരുന്നു, ദേ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കുറെ പാവങ്ങളെ നിങ്ങളും കളിപ്പിക്കുന്നു. കുറെ പാവങ്ങളെ. അപ്പൊ അതിന്റെ കാര്യം ഇതാണ്. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ശബത്തുകാര് ഈ ട്രിനിറ്റേറിയൻ മുഖംമൂടി ധരിച്ച പെന്തക്കോസ്തുകാരെത്തോളം ഇമ്മീഡിയറ്റ് അറ്റൻഷൻ അർഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അവരെ വെറുതെ വിടുന്നത്. ഞാനൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. നിങ്ങൾ അവിടെ നോക്കുക. അപ്പൊ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. ഇവിടെ നമ്മൾ കാണുന്നത് നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ചു ചുട്ടതുമായിരിക്കണം. അതായത് സഭ സ്ഥാപിക്കപ്പെടുന്ന, സഭ ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യപ്പെടുന്ന ആ പെന്തക്കോസ്ത് നാളിൽ, സഭ ആദ്യം മുതലുള്ളതാണ്. ഈ പുതിയ നിയമസഭ റിവീൽ ചെയ്യപ്പെടുക. ആ പുതിയ നിയമസഭ റിവീൽ ചെയ്യപ്പെടുന്ന പെന്തക്കോസ്ത് നാളിൽ അവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പം പുളിപ്പുള്ള അപ്പമാണ്, പുളിപ്പില്ലാത്ത അപ്പമാണ്. അത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് പുളിപ്പിച്ചു ചുട്ടതായിരിക്കണം. അതുകൊണ്ടാണ് ഈ സുറിയാനി പാരമ്പര്യത്തിൽ സുറിയാനി സഭ പുളിപ്പിച്ചു ചുട്ട അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചില സുറിയാനിക്കാരും എന്നോട് ഇങ്ങനെ സംശയം ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ സഭ സ്ഥാപിക്കപ്പെട്ടത് നിങ്ങൾ നോക്കുക, ഇത് പെന്തക്കോസ്തിയിലാണ്, പെസഹയിലല്ല. അപ്പൊ ആ പെന്തക്കോസ്തിയിൽ പുളിപ്പിച്ചു ചുട്ട അപ്പമാണ്, പുളിപ്പിക്കാത്ത അപ്പം. അതുകൊണ്ടാണ് പുളിപ്പിച്ചു ചുട്ട അപ്പം വരുന്നത്. അപ്പൊ അവിടെ എത്ര അപ്പമാണുള്ളത്? 2 അപ്പം. പുളിപ്പിച്ചു ചുട്ട 2 അപ്പം ആ പെന്തക്കോസ്തിയിൽ നിരാജനം ചെയ്യപ്പെടുകയാണ് പുരോഹിതനാൽ. ആ 2 അപ്പം യഹൂദനെയും ജാതികളെയും സൂചിപ്പിക്കുന്നു. യഹൂദനെയും ജാതിയെയും സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാതികളെ സ്വീകരിച്ചതൊന്നും പിന്നീടല്ല. ആദ്യം മുതൽ തന്നെ ദൈവം യഹൂദനെയും ജാതിയെയും തന്റെ പുത്രനിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജാതീയ രാജാവായ കോരശിനോട് എന്റെ അഭിഷിക്തനെ എന്ന് ദൈവം വിളിച്ചത്. അതുകൊണ്ടാണ് മൊവാബിയ സ്ത്രീയായ രൂത്തിനെ ദാവീദിന്റെ പിതാമഹിയായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. ദാവീദിന്റെ വല്യമ്മയാണ് രൂത്ത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് അറിയാവോ? പെന്തക്കോസ്തി പെരുന്നാളിന് യഹൂദൻ നിർബന്ധമായിട്ടും രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കണം. ഇന്നും അവരാ വായിക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയുണ്ട്. കാരണം എന്താ? ഈ 2 അപ്പവും ഒന്നായി തീരുകയാണ്. അതാണ് മിസ്റ്ററി ഓഫ് ഡിസ്പെൻസേഷൻ. അതാണ് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് എഴുതി വെച്ചത്. പെന്തക്കോസ്തിയിൽ സംഭവിച്ചത് അതാണ്. അപ്പൊ പെന്തക്കോസ്തിയിൽ 1500 വർഷം ഈ 2 പുളിപ്പുള്ള അപ്പം പുളിപ്പിച്ച് ചുട്ട് ദൈവസന്നിധിയിൽ ഉയർത്തുകയാണ്. മനസ്സിലായില്ലേ യഹൂദന്മാർക്ക് ഇതെന്താണ്? 2 പുളിപ്പുള്ള അപ്പം ചുട്ട് ദൈവസന്നിധിയിൽ ഉയർത്തുകയാണ്. അത് ജാതികളെയും യഹൂദന്മാരെയും സൂചിപ്പിക്കുന്ന 2 അപ്പമാണ്. ഇത് ഒരുമിച്ച് വരികയാണ്. ഇതാണ് മിസ്റ്ററി. ഇതല്ലാതെ ഇവിടെ ഇരുന്ന് ഈ ഫേസ്ബുക്കിൽ ഇരുന്ന ആളുകൾ പറയുന്ന പോലത്തെ ജാതികളല്ല. അതൊക്കെ ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുള്ള ജാതികളാണ്. ബൈബിൾ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ബൈബിളിനെ സംബന്ധിച്ച് ജ്യൂസ് ആൻഡ് നോൺ ജ്യൂസ് അത്രേ ഉള്ളൂ. പറഞ്ഞാൽ ജ്യൂസ് അല്ലാത്തത് മൊത്തം ജാതികൾ എന്നുള്ള ഒരു വിവക്ഷയാണ്. പിന്നെ ഇതിനകത്തുള്ള ജാതി ഉപജാതി പിരിവുകൾ അതൊക്കെ ഓരോരുത്തരുടെ പ്രാദേശിക വിഷയങ്ങളാണ്. അത് അവരവർ തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നത് 2 അപ്പം, അല്ലാതെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അനുസരിച്ച് 900 അപ്പം അവിടെ ചുട്ടൊന്നും വെച്ചിട്ടില്ല. 2 അപ്പം. ആ 2 അപ്പം ഒരുമിപ്പിക്കുന്നത് പുളിപ്പുള്ള അപ്പമാണ്. പുളിപ്പുള്ള അപ്പം ചുട്ട് അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പാരമ്പര്യമുള്ള, അതായത് ആ ഫ്രം ദ വെരി ബിഗിനിങ് ജെറുസലേമിൽ നിന്ന് തുടങ്ങിയ ആ ഏൻഷ്യൻ ചർച്ചിന്റെ
ആ പാരമ്പര്യം അതേപടി ഇങ്ങോട്ട് പോരുന്ന സഭകളിലാണ് ആ പുളിപ്പുള്ള അപ്പം തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. അത് വന്നത് ഈ വഴിക്ക് വന്ന അത് നമ്മെ സൂചിപ്പിക്കും, കർത്താവിന്റെ റിഡംഷനെ സൂചിപ്പിക്കുന്നു. ഓരോന്നിനും ഓരോ ബ്യൂട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സഭകളുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. റോമൻ കാത്തോലിക് ഒക്കെ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. അത് മറ്റൊരു കാഴ്ചപ്പാടാണ്. കാരണം അവര് കാണുന്നത് കർത്താവിന്റെ ശരീരം എന്ന നിലയ്ക്കാണ്. കർത്താവിന്റെ ശരീരം പാപമില്ലാത്തതാണെന്നും കർത്താവിന്റെ ശരീരം ആയതുകൊണ്ട് പാപമില്ലാത്ത ശരീരം, രണ്ടിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ റോമൻ കാത്തലിക് ചർച്ചിനോട് എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ റോമൻ കാത്തലിക് ചർച്ചിന്റെ കാര്യങ്ങൾ പറയാത്തതിൽ നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളായ പ്രേക്ഷകർ ചിലപ്പോൾ എന്നോട് ചോദിക്കുന്നത്. കാരണം കാത്തോലിക്ക സഭയെ സംബന്ധിച്ചും അതിന്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചും ഒക്കെ ധാരാളം പ്രസംഗങ്ങളും മെറ്റീരിയലുകളും എല്ലാം അവൈലബിൾ ആണ്. എന്നാൽ ഈ സുറിയാനി സഭയുടെ കാര്യങ്ങൾ വളരെ വളരെ വിരളമാണ്, വളരെ കുറച്ചുകൾ. അതുകൊണ്ടാണ് ഞാനത് പറയും. കാത്തലിക് ചർച്ചിനെ പറ്റി പറയാൻ വളരെ പ്രഗത്ഭരായ ധാരാളം പ്രസംഗകരുണ്ട്. അത് ഓൾറെഡി ധാരാളം അവൈലബിൾ ആണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാനുള്ള നിയോഗവും അധികാരവും എനിക്ക് കിട്ടിയത് കത്തോലിക്ക സഭയിൽ. കത്തോലിക്ക സഭയിലെ ബിഷപ്പ് കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച എണ്ണ എന്റെ നെറ്റിയിൽ പൂശി ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനുള്ള നിയോഗം, അധികാരപ്പെടുത്തലും എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും ആ ഒരു അധികാരപ്പെടുത്തലില്ല. പ്രത്യേകിച്ച് സുറിയാനി സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരപ്പെടുത്തൽ എനിക്ക് കാത്തലിക് ചർച്ചിൽ നിന്നുള്ള അധികാരപ്പെടുത്തൽ, അത് വെച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദാറ്റ് ഈസ് മൈ അതോറിറ്റി. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നീ ഏത് അധികാരത്തിൽ പ്രസംഗിക്കും? യേശുക്രിസ്തുവിനോടും ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് തൽപര കക്ഷി ചോദിച്ചു, എന്തധികാരത്തിലാണ് പ്രസംഗിക്കുന്നത്? എന്തധികാരത്തിലാണ് പ്രസംഗം? ആര് പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്? അധികാരം ഇതാണ്. അപ്പൊ എനിക്കത് പറയേണ്ട ആവശ്യമില്ല. കർത്താവിനെ പോലും ചോദിച്ചാണ്. ഞാൻ പറഞ്ഞത് ഐ ലവ് കാത്തലിക് ചർച്ച്. കത്തോലിക്ക സഹോദരങ്ങൾ ഓർക്കരുത്, ഞാൻ കാത്തലിക് ചർച്ചിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ ഓർത്തഡോക്സ് തിയോളജി അവരുടെ വീക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാത്തലിക് സഭയുടെ വിശുദ്ധ കുർബാന വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ആ കുർബാന വളരെ ഹൃദയാവർജകമാണ്. കാരണം വളരെ സിമ്പിൾ ആണ്. യാക്കോബായ സഭയുടെ കുർബാനയിലെ പാട്ടുകൾ മനസ്സിലാകണമെങ്കിൽ ഒരു വ്യാഖ്യാനം ആവശ്യമാണ്. പക്ഷെ അത് കേൾക്കാൻ അന്നാ പ്രസവ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ നവമൊരു പൂജിത അർപ്പിക്കാം എന്ന് തുടങ്ങുന്ന ആ വിശുദ്ധ കുർബാന വളരെ ഹൃദയാവർജകമാണ്, ലളിതമാണ്, എളുപ്പം നമുക്ക് മനസ്സിലാകും, ആർക്കും മനസ്സിലാകും. പുതുതായിട്ടൊരാള് അങ്ങോട്ട് ചേർന്നാലും ആദ്യം തന്നെ മനസ്സിലാകും എല്ലാം. യാക്കോബായ സഭയെ മനസ്സിലാക്കണേ കുറെ ബുദ്ധിമുട്ടാണ്. കാരണം പദങ്ങൾ കഠിനമാണ്, ആശയങ്ങൾ വളരെ ആഴമുള്ളതാണ്, പിന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സിംബോളിക് മീനിങ് ഉണ്ട്. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് രണ്ടും രണ്ട് രീതിയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനെ നിരസിച്ചതോ നിരാകരിച്ചതോ അല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഈ ബ്യൂട്ടിയെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. ഈ പുരോഹിതൻ ഈ രണ്ടപ്പം അർപ്പിക്കുകയാണ്. അതൊരു ബലിയാണ്. പെന്തക്കോസ്തിയിൽ സംഭവിച്ചത് ആ ബലിയുടെ പൂർത്തീകരണമാണ്. ആ ബലിയുടെ പൂർത്തീകരണത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് റോമാലേഖനം 15-ാം അധ്യായത്തിൽ. റോമാലേഖനം 15-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ചിലയിടത്ത് അതിധൈര്യമായി എഴുതിയിരിക്കുന്നു. ലെങ്തി സെന്റൻസ് ആണ്. അവിടെ പറയാം, എങ്കിലും ജാതികൾ എന്ന വഴിപാട് that I should be
the priest of Jesus Christ to the Gentiles, ministering the gospel of God, that the offering up of the Gentiles might be acceptable, being sanctified by the Holy Ghost. The priest shall wave them with the bread of the first fruit as a wave offering before the Lord. ഞാൻ പറഞ്ഞ രണ്ടുകൂടെ കണക്ട് ചെയ്യണം. അതായത് പെന്തക്കോസ്ത് നാളിൽ പുരോഹിതൻ ഈ പുളിപ്പിച്ചു ചുട്ട അപ്പം രണ്ടും എടുത്ത് ദൈവസന്നിധിയിൽ നീരാജനം ചെയ്യുന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസ് റോമാലേഖനം 15 എഴുതുകയാണ്, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ ഞാനിത് പെന്തക്കോസ്തുകാരുടെ ബൈബിളിൽ നിന്നാണ്, സോറി പെന്തക്കോസ്തുകാരുടെ അല്ല, ഇത് CSI തർജ്ജമ ചെയ്തത്. ഇപ്പൊ CSI സഭയുടെ ആഗമനവും അവരുടേതായ നേട്ടങ്ങളും ഒക്കെ തങ്ങളുടേതായിട്ട് പെന്തക്കോസ്തുകാർ അവതരിപ്പിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് സഭയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ഒറീസയിൽ കൊല്ലപ്പെട്ട ഗ്രഹാം ഷെയിൻസ്. അപ്പൊ അദ്ദേഹം പെന്തക്കോസ്തുകാരനായിട്ട് ചിലരൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാർക്ക് പീഡനമില്ലാത്തതിലും രക്തസാക്ഷി ഇല്ലാത്തതിലും വളരെ ദുഃഖമുണ്ട്. ഇപ്പൊ ഇന്നലെ എങ്ങാണ്ട് ആരോ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു, വേറൊരുത്തൻ കപ്പക്കോലിനടിച്ചു, മുമ്പിലിരുന്ന പ്രസംഗ പീഠത്തിനായിട്ട് കപ്പക്കോലുണ്ട്, അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതേ തുടർന്ന് മാരകമായ സുവിശേഷ പീഡനം, സുവിശേഷ വിരോധികൾ അഴിഞ്ഞാടുന്നു. കേട്ടോണ്ട് തന്നെ ആരോ ഒരു മദ്യപാനി അവിടെ അന്നേരം ഉണ്ടായിരുന്ന ഏതോ കപ്പക്കാരെ യോഗം നടത്തിക്കൊണ്ടിരിക്കുക, അവിടെ ഒരു കപ്പക്കാര മുമ്പ് വലിച്ച് ചെന്നു അവിടെ അയാൾ തള്ളി മാറ്റുന്നതും കണ്ടു. വീഡിയോക്കകത്ത് അയാളെ ഇടിച്ചൊന്നുമില്ല, പക്ഷെ വീഡിയോയ്ക്ക് അപ്പുറത്ത് അയാളുടെ കൂമ്പിന് ഇവർ ഇടിച്ചും കാണും. ഇതൊക്കെയാണ് നടന്നത്. അത് ഭയങ്കര സുവിശേഷ പീഡനമാണ്. എന്നിട്ട് എന്തുമാത്രം എനിക്ക് ഇന്നലെ ഇന്നുമായിട്ട് ഒരു 50 പേരിൽ അയച്ചു തന്ന വീഡിയോ. ക്ലിങ് 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 എന്ന് കേൾക്കാം. രാത്രിയിലല്ല, ഞാൻ അടുത്ത് എന്തോ കേരളത്തിൽ അണുബോംബ് പൊട്ടിയോ നോക്കിക്കഴിയുമ്പോ എന്താ ഭയങ്കര സുവിശേഷം. കപ്പക്കോലിന്റെ ആക്രമണം, കപ്പക്കോലിന് മാരകമായി ആക്രമിച്ചു. നാണമില്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്. അപ്പോസ്തലനായ പൗലൂസ് തന്റെ പൗരോഹിത്യത്തെ എടുത്തു കാണിക്കുകയാണ്. ഞാനിത് പുരോഹിതനായിട്ടാണ് അനുഷ്ഠിക്കുന്നത്. കാരണം എന്താ? ജാതികൾ എന്ന ഈ ഓഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം ജാതികൾ എന്ന വഴിപാട്, കാരണം ഈ നിൽക്കുന്ന ഈ ജനസമൂഹത്തെ മുഴുവനായിട്ടാണ് യാഗമായിട്ട് അർപ്പിക്കുന്നത്. അതിന്റെ റെപ്രസെന്റേഷനാണ് ഈ പുളിപ്പിച്ചു ചുട്ട അപ്പം അവിടെ ഇരിക്കുന്നത്. നമ്മളെ തന്നെയാണ് ബലിയായിട്ട് അർപ്പിക്കുന്നത്. ആ പുരോഹിതൻ അർപ്പിക്കുന്ന ഈ ജനസമൂഹത്തെ മുഴുവനായിട്ടാണ്, അവരുടെ പ്രതിയാണ്. അതാണ് ജാതികളുടെയും യഹൂദന്റെയും സൂചികയായിട്ട് രണ്ടപ്പം പെന്തക്കോസ്ത് പെരുന്നാളിൽ പുളിപ്പിച്ചു ചുട്ട അപ്പമാണ് ഉയർത്തിയത്. ആ പുളിപ്പിച്ചു ചുട്ട അപ്പമാണ് ഇവിടെ ഉയർത്തുന്നത്. അത് ജാതികളെന്ന വഴിപാടാണ്, ഈ ഓഫറിംഗ് ആണ്, ഇത് പൗരോഹിത്യമാണ്. ആ പുരോഹിതൻ ഇതിനെ ഉയർത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഇത് വഴിപാടാണ്. എലോബറേറ്റഡ് ഫോം ഓഫ് ദ ഹോളി കുർബാന. പരിശുദ്ധ കുർബാനയുടെ വിശാലമായ രൂപമാണ് ഈ കാണുന്നത്. ഞാൻ നിങ്ങളെയാണ് അർപ്പിക്കുന്നത് ദൈവത്തിന്. പുളിപ്പുള്ള അപ്പം. പുളിപ്പുള്ള അപ്പം എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ള മാവല്ല, പുളിപ്പുള്ള അപ്പമാണ്. അപ്പം എന്ത് ചെയ്യാണ്? ചുടുകയാണ്. ചുട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഫർദർ പുളിപ്പിംഗ് ഇല്ല. അവിടെ ആ പുളിപ്പിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതാണ് ക്രിസ്തുയേശുവിൽ ജഡം സംബന്ധിച്ച് മരിച്ച, പാപം സംബന്ധിച്ച് മരിച്ച, ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് മരിച്ച, ന്യായപ്രമാണത്തിന് മരിച്ച, പാപസംബന്ധമായി മരിച്ച ഈ മരണം വ്യാപരിക്കുമ്പോൾ അതാണ് ചുടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ പുളിക്കത്തില്ല. നോ മോർ ഫർദർ പുളിപ്പിംഗ് ഇല്ല. നമ്മളിത് ഇതിന്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കണം. എന്തിനാണ് അവിടെ അത് അങ്ങനെ ചെയ്തത്? കർത്താവ് ഇതിനാണ് അങ്ങനെ കൊടുത്തത്. ഇതിന്റെ അർത്ഥം മനസ്സിലായവരുടെ കണ്ണുകളാണ് തുറക്കപ്പെട്ടത്. അപ്പൊ അതിനുവേണ്ടി അവിടെ നിന്നിട്ട് പൗരോഹിത്യമില്ല, ഇനി പൗരോഹിത്യമില്ല, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് കർത്താവ് വ്യക്തമായി കൽപ്പിച്ചതും ഇതെല്ലാം 1500 വർഷമായി നിഷ്ഠയോടും ചിട്ടയോടും ക്രമമായും നടത്തപ്പെട്ടു പോകുന്നതും. നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ
50 അധ്യായങ്ങളാണ് സമാഗമന കൂടാരവും അനുബന്ധ ശുശ്രൂഷകളും എഴുതി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് 50 അധ്യായം സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനകത്ത് ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ ആർക്കും എപ്പം വേണമെങ്കിലും തുടങ്ങാം, കൈയടിച്ച് ഹോയ് 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 എന്ന് വെച്ചാൽ മതിയായിരുന്നു. എടാ, നിനക്ക് കൈകൊട്ടിയിട്ട് എന്തെങ്കിലും തോന്നിവാസം വിളിച്ചു പറഞ്ഞ അലറാനാണെങ്കിൽ ഈ 50 അധ്യായം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 50 അധ്യായങ്ങൾ സ്പെൻഡ് ചെയ്ത് ഇത് മുഴുവൻ എഴുതി വെച്ചിട്ട് അത് ഓരോന്നും ഫുൾഫിൽ ആകുകയാണ് ഇവിടെ. അപ്പൊ പെന്തക്കോസ്റ്റ് നാളിന്റെ ശുശ്രൂഷ എന്താണെന്ന് വ്യക്തമായിട്ട് നിഷ്കർഷിച്ചിരിക്കുകയാണ്. 2 പുളിപ്പുള്ള അപ്പം ചുട്ടിട്ട് ആ അപ്പത്തെ നിരാജനം ചെയ്യണ പുരോഹിതൻ. അതിൽ ഒരപ്പം യഹൂദനാണ്, മറ്റേ അപ്പം ജാതിയാണ്. അപ്പൊ ജാതികളുടെ ശുശ്രൂഷ താൻ ആ അപ്പത്തെ ഉയർത്തി ഞാനിവിടെ ഓഫർ ചെയ്യാണ് പുരോഹിതൻ എന്ന നിലയ്ക്ക് പറയാണ് അപ്പോസ്തലനായ പൗലോസ്. അതായത് സ്വയം അവകാശപ്പെടുകയാണ്. പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ നിൽക്കുന്ന പോലെ ഞാൻ ജാതികളുടെ ഇടയിൽ നിൽക്കുന്നു. പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രധർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണവും പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടു. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. പറഞ്ഞ ഇവിടെ പത്രോസും പൗലൂസുമായിട്ട് ഇങ്ങനെ അല്ലായിരുന്നു. അതാണ് നമ്മുടെ മുഹമ്മദ് ഈസായും സുഹൃത്തുക്കളും പറഞ്ഞു വരുത്തുന്നത്. അതാണ് നമ്മുടെ നിർഭാഗ്യവശാൽ കുരുവിള കുളഞ്ഞിക്കൊമ്പൽ കേട്ടിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അതാണ് അവർ പറഞ്ഞത് സെക്കൻഡ് പീറ്റർ 2 പത്രോസ് ലേഖനം പത്രോസും പൗലൂസുമായിട്ട് യാതൊരു ബന്ധവും പ്രശ്നവും ഇല്ലായിരുന്നു അറിയിക്കാൻ വേണ്ടി എഴുതി തിരികെ കയറ്റിയതാണെന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നു. 2 പത്രോസ് വേണ്ട. ഗലാത്യ ലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട് കേഫാവ് എനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. പിന്നെ അതിനോട് പ്രശ്നമില്ല. പത്രോസും പൗലൂസുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കല്ല. എനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ. പത്രോസിനോടുകൂടെ ആ അപ്പോസ്തലത്വത്തിനായി വ്യാപരിച്ച അതേ ശക്തി എന്നോടുകൂടെ വ്യാപരിക്കുന്നുണ്ട്. എന്തിനാ ഈ കൂട്ടായ്മയുടെ വലങ്കൈ മേടിച്ചത്? എന്തിനാണ് പത്രോസിന്റെ അടുത്ത് പോയി കൂട്ടായ്മയുടെ വലങ്കൈ മേടിച്ചത്? കൂട്ടായ്മയുടെ വലങ്കൈ മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം പൗലൂസിന് നേരിട്ട് വെളിപ്പാട് കിട്ടുക. യേശു നേരിട്ട് വിളിച്ചതാണ്. ആണോ അല്ലയോ? യേശു നേരിട്ട് വിളിച്ചതല്ലേ? യേശു നേരിട്ട് വിഷം കൊടുത്തല്ലേ? യേശു നേരിട്ട് പിന്നെ ഹീലിംഗ് കൊടുത്തല്ലേ? യേശു കർത്താവിന്റെ നാമത്തിൽ അവന്റെ കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചല്ലേ? പക്ഷെ എന്തിന് അവൻ പത്രോസിന്റെ വലങ്കൈക്ക് പോയി? എന്തിന് അവൻ പത്രോസിന്റെ കൂട്ടായ്മയുടെ വലങ്കൈ സീക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ചർച്ചിൽ നിന്ന് വിഭിന്നമായി ഇതിൽ നിന്ന് അകന്നു പോകുവാൻ പൗലൂസ് ആഗ്രഹിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തു ഫിസിക്കലായിട്ട് സ്ഥാപിച്ച ആ ചർച്ചിന്റെ ഒരു ഭാഗമായി നിൽക്കണം എന്ന് പൗലൂസ് ആഗ്രഹിച്ചു. അല്ലാതെ എവിടെയെങ്കിലും ഒരു ദർശനം കിട്ടിയെന്നോ ഒരു സ്വപ്നം കണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അത്ഭുതമോ വല്ല നടന്നോ എന്ന് കരുതിയാൽ അപ്പോൾ സ്വന്തമായി ഇത് തുടങ്ങിക്കളയാം എന്ന് കരുതുന്ന ഒരു മൂഢത പൗലൂസിനില്ലായിരുന്നു. പൗലൂസ് പറയുകയാണ്, ഞാൻ കേഫാവിന്റെ അടുത്ത് പോയി അവിടെ നിന്ന് അവരെനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. അതൊക്കെ ആ കാലഘട്ടത്തിലല്ലേ? ഇപ്പൊ എന്നോട് ഒരാൾ പറയാം, എന്റെ പൊന്നു ഭാഷ ഇതൊക്കെ ശരിയാണ്, പക്ഷെ അത് ആ കാലഘട്ടത്തില. പിന്നീട് സഭയ്ക്ക് ഭയങ്കര അപജയങ്ങളൊക്കെ വന്നു. സഭയെ സംബന്ധിച്ച് ഒരുപാട് ദോഷങ്ങൾ, തെറ്റുകൾ, പ്രത്യേകിച്ച് കാതലിക് ചർച്ചിനെയൊക്കെ സംബന്ധിച്ച് എന്തെല്ലാം കുഴപ്പങ്ങൾ. അതുകൊണ്ട് ദൈവം അവരെ തിരസ്കരിച്ചോ? അതെപ്പോൾ സംഭവിച്ചു? ദൈവം ആരോട് പറഞ്ഞു? അങ്ങനെയാണ് സകലതും മുന്നെഴുതിയിരിക്കുന്നു. സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്നവർ പ്രൊട്ടസ്റ്റന്റ് വിഭജനത്തെ കുറിച്ചുള്ള സോളാ സ്ക്രിപ്ചറ പ്രോഫസി കാണിക്കണം. അതായത് സഭ ഇങ്ങനെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ പുതിയൊരു കൂട്ടർ വന്നത് ശരിയാക്കിക്കൊണ്ടു വേറൊരെണ്ണം അതിന് തുറന്നു. ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരിക്കലും അനുതപിക്കുന്നില്ല. ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച്
ഒരു കാരണവശാലും അനുദപിക്കുന്നില്ല. ദൈവം അബ്രഹാമിനെ വിളിച്ചു, ബഹുജാതികൾക്ക് പിതാവാകും. അവൻ ആ കവനന്റ് കൊടുത്തു, ബ്ലെസ്സിങ് കൊടുത്തു, പ്രോമിസസ് കൊടുത്തു. പിന്നീട് നമ്മൾ അബ്രഹാമിന്റെ ലൈഫ് വായിക്കുമ്പോൾ അബ്രഹാമിന്റെ ലൈഫിൽ മിസ്റ്റേക്ക് ഒത്തിരിയുണ്ട്. മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ, പല മിസ്റ്റേക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദൈവം റിഗ്രറ്റ് ചെയ്തില്ല. ദൈവം ആ വിളിയെക്കുറിച്ച് അനുദപിച്ചില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദൈവം തന്റെ വിളിയെ, റോമാലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ല. ദൈവം വിളിച്ചാൽ വിളിച്ചതാണ്, തെരഞ്ഞെടുത്താൽ തെരഞ്ഞെടുത്താണ്, പിന്നെ അതിന് മാറ്റമില്ല. നമ്മളാണ് വെറുതെ പ്രതീക്ഷിക്കുന്നത്. അഹ്റോനെ തെരഞ്ഞെടുക്കാൻ മോശയോട് പറഞ്ഞു. അഹ്റോനെ വിളിച്ചു, നിന്റെ സഹോദരനെ അഹ്റോനെ വിളിച്ചോളാൻ പറഞ്ഞു. മോശ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. താഴെ അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കുകയാണ്. അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കുന്നത് മോശ അറിയുന്നില്ല, കാരണം മോശ പർവ്വതത്തിന്റെ മുകളിൽ. അന്ന് വീഡിയോ കോളൊന്നും ഇല്ലല്ലോ. പക്ഷെ ദൈവം കാണുന്നുണ്ട്. അഹ്റോൻ താഴെ സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ദൈവം മോശയോട് പറയുന്നത് എന്താണെന്നറിയോ? അഹ്റോൻ മഹാപുരോഹിതനായി കഴിയുമ്പോൾ അവനെ ധരിപ്പിക്കാനുള്ള ഉടുപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്ന് മോശയോട് പറയുക. അവന്റെ അരക്കൊരു കെട്ട് കെട്ടണം, അതിൽ മണി ഉണ്ടായിരിക്കണം, മാതളപ്പഴത്തിന്റെ രൂപം അവിടെ തുന്നിച്ചേർക്കണം, നീലനൂല് വേണം, പിരിച്ച നൂല് വേണം, സ്വർണ്ണ നൂല് വേണം, ചുവന്ന നൂല് വേണം, അവന്റെ കുപ്പായം എങ്ങനെ ഉണ്ടാക്കണം, അവനെ എങ്ങനെ അണിയിച്ചൊരുക്കണം, അവൻ എങ്ങനെ ആയിരിക്കണം യാഗം നടത്തുന്നത്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സെയിം സമയത്ത് ഈ താഴ്വരയിൽ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അഹ്റോൻ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതിവിടെ പറയുന്നത്. അതാണ് ദൈവം. അതുകൊണ്ട് സഭയ്ക്ക് അപജയങ്ങൾ സംഭവിച്ചെന്നോ, സഭയിൽ കുറവുകൾ സംഭവിച്ചെന്നോ, സഭയ്ക്ക് ചില തെറ്റുകൾ സംഭവിച്ചെന്നോ നീ ചൂണ്ടിക്കാണിച്ചിട്ട് ആ സഭയിൽ നിന്ന് നീ സ്വയം അന്യപ്പെട്ടു പോയാൽ നീ ദൈവത്തിൽ നിന്ന് തന്നെ, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നാണ് അന്യപ്പെട്ടു പോകുന്നത്. കാരണം ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരു കാരണവശാലും അനുദപിക്കുന്നില്ല. അപ്പൊ ദൈവം ഒരിക്കലായിട്ട് സ്ഥാപിച്ച ആ സഭയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഈ 3 കാര്യം ആ പൗരോഹിത്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. നമുക്ക് വിയോജിപ്പുകൾ കാണും, പൊരുത്തക്കേടുകൾ കാണും, ഇഷ്ടക്കുറവുകൾ കാണും. നമുക്ക് ചിലപ്പം നമ്മുടെ ഇന്നത്തെ ആ കാലസ്ഥിതിക്കനുസരിച്ച് യോജിക്കാൻ പറ്റത്തില്ല, ശരിയായിരിക്കാം. പക്ഷെ പൗരോഹിത്യത്തിൽ ഈ 3 കാര്യം, വിശുദ്ധ മാമോദിസായും പരിശുദ്ധ കുർബാനയും പാപമോചനത്തിനുള്ള അധികാരവും കർത്താവ് കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അത് നേരിട്ട് കൊടുത്തതാണ്. അത് വിശ്വസിക്കുന്നവർക്കെല്ലാം എവിടെയെങ്കിലും വെച്ചൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ കർത്താവ് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ പോകുവാൻ വിശ്വസിക്കുന്നവർ ഈ ശുശ്രൂഷയെല്ലാം ചെയ്ത് നാട് നീളം നടക്കട്ടെ എന്ന് പറഞ്ഞതിന്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. കർത്താവ് അവരെ സ്പെസിഫിക് ആയിട്ട് വിളിച്ചിട്ട് അവരെ മുറിക്കകത്ത് കൊണ്ടുപോയി ഇരുത്തി, അത് നാട്ടുകാരെല്ലാം കാങ്ക മീറ്റിംഗ് നടത്തിയപ്പോൾ അല്ല കൊടുത്തത്. തന്റെ അപ്പോസ്തലന്മാരെയാണ് ഏൽപ്പിച്ചത്. അവരെ വിളിച്ചുകൊണ്ട് നിർത്തി അവരുടെ മേൽ ഊതിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് പാപമോചനത്തിന്റെ അധികാരം തരികയാണ്. അവർക്ക് അപ്പം എടുത്ത് നുറുക്കി അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതെന്റെ ശരീരമാണ്. ആ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി കൊടുത്തിട്ട് ഇത് എന്റെ രക്തമാണ്, നിങ്ങൾ ഇത് ചെയ്യുവി. എന്നാ പിന്നെ ആ പരസ്യമായിട്ട് ആ 5000 പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചല്ലോ. ആ അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് കർത്താവിനെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഇതെന്റെ ശരീരമാണ്, എല്ലാവരും കഴിച്ചോളാൻ. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഇത് വ്യക്തമായിട്ട് ചെയ്ത കാര്യമാണ്. ഇത് കർത്താവ് സ്പെസിഫിക് ആയിട്ട് അവരെ ഏൽപ്പിച്ചതാണ്. പിന്നീട് വിളിച്ച പൗലൂസിനെ സ്പെഷ്യലായിട്ട് കർത്താവ് അതിനെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ചെങ്കിൽ പോലും ആ പൗലൂസ് ഇവരോട് ചെന്ന് കൂട്ടായ്മയുടെ വലം കൈ മേടിച്ചു, ഇവരിൽ നിന്ന് അപ്രൂവൽ മേടിച്ചു. ഇതാണ് സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ചപ്പോ അവിടുന്ന് ഇങ്ങോട്ട് നൂറ്റാണ്ടുകളോളം ആ അപ്പോസ്തോലിക് സക്സഷനെ ലോകം അംഗീകരിച്ചു. ആ അപ്പോസ്തോലിക് സക്സഷനെ ലോകം അംഗീകരിച്ചു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഭരണാധികാരികളും ഒക്കെ അതിനെ അംഗീകരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ
നമ്മൾ വായിക്കുന്നു, കർത്താവിനോട് നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഇവിടെ അനന്യാസിനോട് കർത്താവ് പറയുകയാണ്, ഞാൻ പൗലൂസിനെ തെരഞ്ഞെടുത്തിരിക്കുക എന്തിനാണ്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ. അപ്പൊ സുവിശേഷം പ്രസംഗിക്കാൻ, ഈ സത്യസുവിശേഷം എവിടെയാണ്? രാജാക്കന്മാരുടെ മുമ്പിലാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ഭരണാധികാരികളുടെ മുമ്പിലാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ഇസ്രായേൽ മക്കളുടെ മുമ്പിലാണ്. ഗ്ലോറിയസ് ഗോസ്പൽ. അല്ലാതെ എവിടെയെങ്കിലും പാവപ്പെട്ടവന്റെ കോളനി പോയി കുറച്ച് കഞ്ഞി കൊടുത്തിട്ട്, അല്ലെങ്കിൽ സൂചിക്കോതമ്പ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് പഴന്തുണി കൊടുത്തിട്ട് അവനെ മതത്തിൽ ചേർക്കുന്ന അല്ല സുവിശേഷം. ആദമിന്റെ സകല മക്കളെയും രാജ്യാവകാശികളാക്കി തീർത്തു. പക്ഷേ ഗോസ്പൽ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്, സംതിങ് സ്പെഷ്യൽ. അപ്പൊ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അനന്യാസിനോട് പറഞ്ഞു. ആ സാക്ഷ്യമുണ്ട് പൗലൂസിന് നേരിട്ട് കർത്താവ് സംസാരിച്ചു. എങ്കിൽ പോലും ആ സഭയുടെ കൂട്ടായ്മയിലേക്ക് പൗലൂസ് ചെന്നു. പത്രോസിൽ നിന്ന് കൂട്ടായ്മയുടെ വലം കൈ വാങ്ങി. അല്ല, അന്നേരം പൗലൂസാണ് പോയി, എന്നാ പിന്നെ ആട്ടെ എനിക്ക് നേരിട്ട് കിട്ടിയല്ലോ. നേരിട്ട് കിട്ടുക എന്നിട്ട് പോലും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സെഞ്ചുറീസിൽ മുഴുവൻ അതിനെ എല്ലാവരും ഹോണർ ചെയ്തു. റോമ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ, അദ്ദേഹം പോലും സകല ബിഷപ്പുമാരെയും വിളിച്ചിട്ട് കൗൺസിൽ കൂട്ടുകയാണ്. കാരണം കർത്താവിന്റെ അധികാരം അവരിലാണ് ഇരിക്കുന്നത്. അല്ല, ഇത് അന്നാ പിന്നെ ഞാനൊരു ഉപദേശം ഉണ്ടാക്കിയേക്കാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളതാണ്. അദ്ദേഹം അത് ചെയ്തില്ല. നിക്കിയ സുന്നോദോസ് നടക്കുന്ന സമയത്ത് ചക്രവർത്തി സ്റ്റേജിലല്ല ഇരുന്നത്, ഓഡിയൻസിലാണ് ഇരുന്നത്. ആ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. മാരാമൺ കൺവെൻഷനിൽ വന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓഡിയൻസിനിടയിൽ ഇരിക്കുന്നത്. ആ പാരമ്പര്യം ഇല്ലാത്തവൻ മന്ത്രിയെ, രാഷ്ട്രീയക്കാരെയൊക്കെ കാണുമ്പം അവന്റെ ആസനം ഇളകും, അവൻ സ്റ്റേജിൽ കയറ്റിയിരുത്തും. ഇനിയിപ്പോ നാളെ മാർത്തോമക്കാരൻ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് നിക്കിയ സുന്നോദോസിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഓഡിയൻസിനിടയിലായിരുന്നേ, സദസ്സിൽ ഇരുന്നു, ഒരിക്കലും വേദി കയറിയിരുന്നില്ല. കാരണം അനോയിന്റിങ്ങിനെ, ആ വിളിയെ, ആ നിയോഗത്തെ, ആ അധികാരത്തെ ഓണർ ചെയ്യുക. നിശ്ചയമായും കുറവുകൾ വന്നു കാണാം, പരാജയങ്ങളോ ബലഹീനതകളോ ഉണ്ടായി കാണാം. പക്ഷെ ഒരു പരാജയത്തിനും, ഒരു ബലഹീനതയ്ക്കും, ഒരു തോൽവിക്കും അബ്രഹാമിന്റെ മേലുള്ള ദൈവവിളിയെ മാറ്റുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ വിളിയെക്കുറിച്ചോ ഒരിക്കലും അനുതപിക്കുന്നില്ല. അങ്ങനെ ദൈവം വിളിച്ച് ആക്കിയ ആ സഭയുടെ താൽക്കാലികമായിരിക്കുന്ന കുറവുകളെ ദൈവം പരിഗണിക്കുന്നില്ല എന്ന് വെച്ച് ഞാൻ അവനേക്കാൾ യോഗ്യനാണ്, ഇതാ ഞങ്ങൾ അതിനേക്കാൾ നല്ലൊരു കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം അതിനെ ശ്രദ്ധിക്കത്തില്ല. അവിടെയാണ് പരാജയം സംഭവിച്ചത്. അവിടെയാണ് എനിക്കൊക്കെ സംഭവിച്ചത്. കാരണം ഞങ്ങളുടെ ഇപ്പൊ ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ആളുകൾ ഈ മറ്റ് സഭകളിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും വലിയത് വിശുദ്ധിയും വേർപാടും ഒരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഇതേ തുടങ്ങും, ചെറിയ ചെറിയ പ്രാർത്ഥനാ യോഗങ്ങളെ തുടങ്ങും. പിന്നെ ചെറിയ അവിടുന്ന് ഇവിടുന്നും കോൺസെപ്റ്റ് അറിയാതെ, കോണ്ടെക്സ്റ്റ് അറിയാതെ ബൈബിൾ വായിച്ച് പ്രസംഗിക്കും, അത് കേൾക്കും. പിന്നെ ആ വിശുദ്ധി, ഈ വിശുദ്ധി. അപ്പൊ ഇവർ നോക്കി കഴിയുമ്പോൾ ഇവർക്ക് അത്യാവശ്യം ഭാര്യയ്ക്കും ഭർത്താവിനും സർക്കാർ ജോലിയോ നല്ല ബിസിനസ്സോ ഒക്കെ കാണും. അങ്ങനെ സാമ്പത്തികമായിട്ട് തരക്കേടില്ല, കടം മേടിച്ചിട്ടില്ല, വലിയ മദ്യപാനമോ പിന്നെ ദുർനടപ്പൊന്നുമില്ല, ഇച്ചിരി മര്യാദക്കൊക്കെ ചെയ്യും. ഞങ്ങൾ മാന്യന്മാരായിട്ട് സമൂഹത്തിൽ ചെയ്യും. അപ്പൊ ഇവർക്ക് തോന്നുന്നു ഞങ്ങൾ വിശുദ്ധരാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ ഭിത്തിയെ പടമില്ലാതിരിക്കുക എന്നുള്ളതല്ല. ഇതാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയെ പടമില്ല. അപ്പൊ നമുക്ക് ഇത്രയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാനൊക്കെ അങ്ങ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴേക്കും പാപം ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺസെപ്റ്റുള്ള പാവങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അപ്പൊ എന്റെ നാട്ടിലൊക്കെ കുറച്ച് പെന്തക്കോസ്തുകാരുണ്ട്. അവര് റിട്ടയർഡ് സ്കൂൾ അധ്യാപകനെ, റിട്ടയർഡ് വില്ലേജ് ഓഫീസറെ, അത്യാവശ്യം ജീവിച്ചപ്പോഴൊക്കെ നല്ല കൈക്കൂലിയൊക്കെ മേടിച്ച് റിട്ടയർ ആയ ഈ പെന്തക്കോസ്റ്റ് വന്നു. ഹല്ലേലൂയ. പിന്നെ എന്തെങ്കിലും പരിപാടി വേണ്ടേ? നിങ്ങൾ പെന്തക്കോസ്തുകാരെ ശ്രദ്ധിക്കണം. ചെറുപ്പം മുതൽ ശുശ്രൂഷയില്ല, റിട്ടയർ ചെയ്തിട്ട് വന്ന ആളുകളെയാണ് പെട്ടെന്ന് നിങ്ങൾ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്.
അവരുടെ ഒരു ലൈഫ് മുഴുവൻ അവർ ഓടിച്ചു തീർത്ത. അപ്പൊ റിട്ടയർ ലൈഫ് ആനന്ദപ്രദമാക്കാൻ വേണ്ടി ഇവര് യാക്കോബായ സഭയൊന്നും നടക്കത്തില്ല. അപ്പൊ എന്നോട് സാർമാരും ഒക്കെ പറയണം, നീ എന്തിനാ ഇവരുടെ ഒക്കെ കണ്ണ് മുഴുവൻ കൊള്ളരാത്തവന്മാരാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാ, കള്ളു കുടിക്കുന്നവരെ, കത്തിക്കുത്ത് നടത്തുന്നവരെ, ഇല്ലാത്ത ബഹളം ഉണ്ടാക്കുന്നവര്, വഴക്ക് കുടിക്കുന്നവര്, അവരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ കുടിക്കും. നീ വിശുദ്ധി ഉള്ളത്. അപ്പൊ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വേർപാടും വിശുദ്ധിയും ഉള്ളിടത്ത്. അപ്പൊ ഞാൻ തന്നെയല്ല, ഒത്തിരി ആളുകൾക്ക് പറ്റുക. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പല ആളുകളും ചാടിയത് അതിനു വേണ്ടിയാണ്. സഹോദര വർഗത്തെക്കാൾ മെച്ചപ്പെട്ടവരാണ് നമ്മളെന്ന് തോന്നിയിട്ട് നമ്മൾ ചാടിയതാണ്. പക്ഷെ നമ്മൾ സുറിയാനി സഭയിലോട്ട് നോക്കിക്കോ, അതെങ്ങനെയാണ്? അത് കർത്താവിന്റെ വിശുദ്ധ ഓഹരിയാണ്. അവിടെ അവർ പറയുന്ന ഈ ബലി അർപ്പിച്ചു കഴിയുമ്പോ ആ പുരോഹിതൻ പറയാണ്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേൽക്കപ്പെട്ട് സഹായം ലഭിക്കപ്പെടുവാൻ നിങ്ങൾ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ കർത്താവ് ഏൽപ്പിച്ച ആ പാദം കഴുകുന്ന ശുശ്രൂഷയിൽ ആ ഹ്യൂമിലിറ്റി അതേപടി റിഫ്ലക്ട് ചെയ്യാൻ ഇവിടെ അതേപടി യാതൊരു അവകാശവാദങ്ങളും ഇല്ല, യാതൊരു ക്ലെയിംസും ഇല്ല. അതിപ്പം അച്ഛനാകട്ടെ, മെത്രാച്ചനാകട്ടെ, കൂടിയ ബിഷപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ബാവാതിരിവേദി ആകട്ടെ, അല്ലെങ്കിൽ ഇനി അങ്ങ് പാത്രീർക്കീസ് ആകട്ടെ, എത്ര ഉന്നതനാണെങ്കിലും ആര് വന്നാലും എത്ര ശ്രേഷ്ഠനായ ആളെന്ന് പറഞ്ഞാലും ആ ഓഫറിങ്ങിൽ പറയുകയാണ്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ. എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഇൻക്ലൂഡഡ്, ഒരാൾ പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. അതിനകത്ത് നിൽക്കുന്ന ആ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള ഗിൽറ്റ് കോൺഷ്യസും വരാതിരിക്കാൻ എല്ലാ ഗിൽറ്റ് കോൺഷ്യസിനെയും വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. എന്തൊരു സന്തോഷമാണ്! ഒരു തരത്തിലുള്ള മനക്ലേശമോ, ഒരു തരത്തിലുള്ള കുറ്റബോധമോ, ഒരു തരത്തിലുള്ള നിരാശയോ, ഒരു തരത്തിലുള്ള തിരസ്കരണത്തിന്റെ അനുഭവമോ നിനക്കില്ല. നീ പാപിയാണെന്നോ, കുറവുള്ളവനാണെന്നോ, കൊള്ളരുതാത്തവനാണെന്നോ ഒക്കെയുള്ള ഒരു തോന്നലും അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ അടിച്ചേൽപ്പിക്കുന്നില്ല. മറിച്ച് പ്രധാന ശുശ്രൂഷകൻ തന്നെ പറയുകയാണ്, ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു, കർത്താവിന്റെ കരുണയിൽ മാത്രമാണ് എന്റെ ആശ്രയം. എന്റെ ഏക ആശ്രയം, എന്റെ ഏക പ്രതീക്ഷ അവന്റെ കരുണയിലാണ്. അതിനാണ് തുടർച്ചയായിട്ട് ആദ്യം മുതൽ പറയുന്നത്, കുറിയലൈസോൻ കുറിയലൈസോൻ കുറിയലൈസോൻ, കർത്താവേ കരുണ ചെയ്യണമേ. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. അവർ ഓൺലി ഹോപ്പ് ഈസ് യുവർ മേഴ്സി. നിന്റെ കരുണ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ പ്രതീക്ഷ. അവിടെ പിന്നെ ആരാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്? എന്നോട് ഒത്തിരി പേര് ചോദിച്ചാണ്, ഈ കഴിഞ്ഞ ദിവസം ചില ആളുകൾ അതിനകത്ത് പാപിയാകുന്നത്. പണ്ട് ഞാൻ എന്റെ വിവരമില്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്, പാപിയാണെന്നാണ്, നമ്മളൊക്കെ വിശുദ്ധന്മാരല്ലേ. ഇതാണ് പെന്റക്കോസ്റ്റൽ വ്യൂ. എന്നിട്ട് അവനെ കുത്തി പ്രസംഗിക്കുകയാണ്. ഒരു മീറ്റിംഗിൽ ചെന്ന് കഴിയുമ്പോൾ കൂടുതൽ കുറ്റബോധം ഉണ്ടാകുകയാണ്. നീ പോയടാ, നിന്റെ കാര്യം പോക്കാണ്, നീ പാപിയാണ്. ഞാൻ വിശുദ്ധൻ, ഞങ്ങളുടെ കൂടെയുള്ള ഒരു വിശുദ്ധൻ, ഞങ്ങളൊക്കെ വിശുദ്ധൻ, ഞങ്ങളൊക്കെ വിശുദ്ധരാണ്. നമ്മുടെ വിശുദ്ധി ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി. അവന്റെ കരുണയാണ് നമ്മുടെ ആശ്രയം, അവന്റെ കൃപയിലാണ് നമ്മുടെ ധൈര്യം. ആ പ്രത്യാശയാണ് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുളിച്ച അപ്പം ജാതികളും യഹൂദന്മാരും. അപ്പൊ ജാതികൾ എന്ന ഈ വഴിപാട് പുരോഹിതൻ എന്ന നിലയിൽ അനുഷ്ഠിക്കുകയാണ്, അത് അർപ്പിക്കുകയാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ. ഇതാണ് ഈ മൂന്ന് സന്ദർഭങ്ങൾ. നമ്മൾ ഈ മൂന്ന് സന്ദർഭങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. ഒന്നാമത്തെ സന്ദർഭത്തിൽ ആ കാല് കഴുകുന്നത് നമ്മൾ കാണുന്നു. രണ്ടാമത്തെ സന്ദർഭത്തിൽ ആ അപ്പം നുറുക്കി അവർക്ക് കൊടുക്കുകയാണ്, ടാൻജിബിളായിട്ട്, ഫിസിക്കലായിട്ട് കൊടുക്കുക. മൂന്നാമത്തെ സന്ദർഭത്തിൽ അവരുടെ മേൽ ഊതി അവർക്ക് പാപമോചനത്തിനുള്ള അധികാരം കൊടുക്കുക. അപ്പൊ അതിന് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ കർത്താവിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എവിടെയെങ്കിലും നമ്മൾ ബൈബിൾ വായിച്ചപ്പോൾ നമുക്കൊരു ആവേശം തോന്നുമ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റും. കർത്താവിന് ഈ ഭൂമിയിൽ സഭയുണ്ട്. കർത്താവ് സ്ഥാപിച്ച സഭ നമ്മളത് മനസ്സിലാക്കുക. കർത്താവ് സ്ഥാപിച്ച സഭ. മറ്റ്
സഭകൾ കാണാം, ഉണ്ടാകാൻ പാടില്ലെന്നല്ല. പക്ഷെ അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയാണെങ്കിൽ അത് കർത്താവിന്റെ സഭയുമായി കമ്മ്യൂണിയനിൽ ആയിരിക്കും. അതാണ് പൗലോസ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല, യേശുവിനെയും ശിഷ്യന്മാരെയും ഉപദ്രവിച്ച് നടന്നയാളാണ്. ലേറ്റർ പോയിന്റിൽ പരിശുദ്ധാത്മാവിൽ താൻ നിറയുകയും കർത്താവ് തന്നെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തു. ഇത് കർത്താവാണ് വിളിച്ചത്, പരിശുദ്ധാത്മാവാണ് അവനെ നയിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ കാണുന്നത് അവൻ കേഫാവിന്റെ കൂട്ടായ്മയുടെ വലം കൈയെ സീക്ക് ചെയ്തു, ചർച്ചുമായി കമ്മ്യൂണിയനിൽ വന്നു. അതുകൊണ്ട് ചർച്ച് എന്ന് ഞാൻ പറയുമ്പം ആ ഓതന്റിക് അപ്പോസ്തലിക് ഹോളി കാത്തലിക് ചർച്ച്, ആ ചർച്ച് മാത്രമാണ് കർത്താവ് സ്ഥാപിച്ചത്. ഇനി അല്ല ഞങ്ങളെയും കർത്താവാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ, കർത്താവാണ് വിളിച്ചതെങ്കിൽ, ആ ഹോളി സ്പിരിറ്റ് ആണ് നയിക്കുന്നതെങ്കിൽ, ആ കർത്താവ് സ്ഥാപിച്ച ആ സഭയുമായി കമ്മ്യൂണിയനിൽ വരുവാനുള്ള ഒരു അദമ്യമായ ഉത്കടമായ അഭിവാഞ്ച നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ ആ കമ്മ്യൂണിയനിലേക്ക് പോകും. ഈ അടുത്തായിട്ട് എനിക്കറിയാം ചില പെന്തക്കോസ്റ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ചില സഹോദരന്മാർ നല്ല രീതി അവരെന്നോട് അവരുടെ അകത്തെ ആഗ്രഹം ഷെയർ ചെയ്തു. അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോരുത്തരും പറഞ്ഞ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, കർത്താവ് സ്ഥാപിച്ച സഭ, അപ്പോസ്തലനായ പത്രോസും പൗലൂസും മത്തായിയും യേശുവിന്റെ അമ്മ മറിയയും ഒക്കെ ഉണ്ടായിരുന്ന സഭ, ബെസേലിയസും ദിയസ്കോറസും അന്തിമോസും ഈവാനിയോസും അത്താനാസിയോസും ജൂലിയോസും അവരൊക്കെ ഉണ്ടായിരുന്ന സഭ, ഇങ്ങോട്ട് പോരുമ്പോ രക്തസാക്ഷികളുള്ള സഭ, ബൈബിൾ രചിച്ചവരുടെ സഭ, ബൈബിൾ ക്രോഡീകരിച്ചവരുടെ സഭ, അങ്ങനെ ഉണ്ടല്ലോ ഒരു സഭ. ആ സഭയുമായി ഒരു കമ്മ്യൂണിയനിലായിരിക്കാനുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളുടെ മിനിസ്ട്രിയിൽ അത്ഭുതങ്ങൾ നടന്നോ അടയാളങ്ങൾ നടന്നോ, ദാറ്റ് ഈസ് വെരി ഗ്രേറ്റ്. ഞാൻ അതിനെ ഒട്ടും കുറയ്ക്കുന്നില്ല, വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ ആ പരിശുദ്ധാത്മാവാണ് ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ മിനിസ്ട്രി എങ്കിൽ, അതേ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ യൂണിറ്റിയിലേക്ക് നയിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നെങ്കിൽ ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ത്രൂ യു, ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഇൻ യു, ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് വിത്ത് യു. പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.